എങ്ങനെ നമസ്കാരം 9 മണി വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ഇന്ധന വില വർധന 3 ദിവസത്തിനകം 5 രൂപ വരെ കൂട്ടാൻ സാധ്യത. ഉപയോഗം കുറയ്ക്കാൻ പൗരന്മാരുടെ പിന്തുണ ആവർത്തിച്ചാവശ്യപ്പെട്ട് പ്രധാനമന്ത്രി. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ അയവില്ല. അടുത്തയാഴ്ചത്തെ ഇറാൻ US ചർച്ച അനിശ്ചിതത്വത്തിൽ. ഇറാനു നേരെ കടുത്ത ഭീഷണിയുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വെടിനിർത്തൽ കരാർ അതീവ ഗുരുതരാവസ്ഥയിലെന്ന് മുന്നറിയിപ്പ്. US നിർദ്ദേശങ്ങളോട് ഇറാന്റെ പ്രതികരണം വിഡ്ഢിത്തം. മുഖ്യമന്ത്രി ചർച്ചകൾ ഇന്നും തുടരും. മുൻ KPCC അധ്യക്ഷന്മാരും വർക്കിംഗ് പ്രസിഡന്റുമാരും ഡൽഹിയിൽ. മുതിർന്ന നേതാക്കളെയും വിളിപ്പിച്ചു. പ്രഖ്യാപനം 2 ദിവസത്തിനകം. പ്രഖ്യാപനം വൈകുന്നതിൽ സമസ്തയുടെ വിമർശനം. ജനവിധി അപഹസിക്കരുതെന്ന് സമസ്ത. 3 ദിവസത്തെ CPM നേതൃയോഗങ്ങൾക്ക് ഇന്ന് തുടക്കം. പ്രതിപക്ഷ നേതാവ് ആരാകുമെന്നതിൽ തീരുമാനമുണ്ടാകും. തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയിൽ നിന്ന് കരകയറാൻ വഴികൾ തേടും. ഉപനേതാവെന്ന CPIയുടെ ആവശ്യവും ചർച്ചയ്ക്ക്. TVK സർക്കാരിന് നിയമസഭയിൽ ഇന്ന് നിർണായക ദിനം. സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് അല്പസമയത്തിനകം. JCD പ്രഭാകർ TVK സ്ഥാനാർത്ഥി. M രവിശങ്കർ ഡെപ്യൂട്ടി സ്പീക്കറാകും. തമിഴ്നാട്ടിൽ 717 മദ്യശാലകൾക്ക് പൂട്ടുവീഴുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ആരാധനാലയങ്ങൾക്കും ബസ് സ്റ്റാൻഡുകൾക്കും അടുത്ത് പ്രവർത്തിക്കുന്ന മദ്യശാലകൾ പൂട്ടാൻ നിർദ്ദേശം. നടപടി മുഖ്യമന്ത്രി വിജയുടെ നിർദ്ദേശപ്രകാരം. അസമിൽ ഇന്ന് സത്യപ്രതിജ്ഞ. ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിൽ 19 അംഗ മന്ത്രിസഭ അധികാരമേൽക്കും. ഗുവാഹത്തിയിലെ വെറ്റിനറി കോളേജ് ഗ്രൗണ്ടിലെ ചടങ്ങിൽ പ്രമുഖരെത്തും. പ്രധാനമന്ത്രി ലോക പര്യടനത്തിന് വെള്ളിയാഴ്ച UAEയിലേക്ക്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. പര്യടനം 20 വരെ. അടുത്ത 5 ദിവസങ്ങളിൽ സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കാറ്റിനെയും കരുതണമെന്ന് കാലാവസ്ഥാ വകുപ്പ്. മഴയ്ക്ക് കാരണം ലക്ഷദ്വീപിന് മുകളിലുള്ള ചക്രവാത ചുഴി. കടലാക്രമണത്തിനും സാധ്യത. തീരത്ത് ജാഗ്രതാ നിർദ്ദേശം. വാർത്തകളിലേക്ക് വിശദമായി പോകുമ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് തമിഴ്നാട്ടിലേക്കാണ്. തമിഴ്നാട്ടിൽ 717 മദ്യശാലകൾ പൂട്ടുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആരാധനാലയങ്ങൾ, ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ നിന്ന് 500 മീറ്ററുകൾക്കുള്ളിൽ പ്രവർത്തിക്കുന്ന TASMAC മദ്യശാലകളാണ് പൂട്ടുന്നത്. മുഖ്യമന്ത്രി വിജയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ നടപടി. 2 ആഴ്ചയ്ക്കുള്ളിൽ പൂട്ടണമെന്നാണ് ഉത്തരവ്. VR കാർത്തിക് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. കാർത്തിക്, TVKയുടെ വിജയുടെ ഒരു പ്രധാന അജണ്ടയായിരുന്നു ഈ ലഹരിക്കെതിരെ പ്രവർത്തിക്കുക എന്നുള്ളത്, ലഹരിക്കെതിരെ നടപടി സ്വീകരിക്കുക എന്നുള്ളത്. അതിന്റെ ആദ്യ പടിയായാണ് ഈ മദ്യശാലകൾ പൂട്ടുന്നതിലേക്കുള്ള തീരുമാനം എത്തുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അനുശ്രീ, സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്ത ശേഷം വിജയ് പല ജനപ്രിയ തീരുമാനങ്ങളിലും ഒപ്പിട്ടിരുന്നു. അതിലേറ്റവും ശ്രദ്ധേയം സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട സിംഗപ്പെണ്ണ് എന്ന പ്രത്യേക സ്ക്വാഡാണ്. അതോടൊപ്പം തന്നെ ലഹരി വിരുദ്ധ നീക്കങ്ങൾ തടയാൻ, അതായത് ലഹരി മരുന്നുകൾ തടയാനായി എല്ലാ ജില്ലകളിലും ആന്റി നർക്കോട്ടിക് ടീം അത്തരത്തിലും നിർദ്ദേശം നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് ഓഫീസിലെത്തി 1-ാം ദിനം വിജയുടെ മാസ് ഉത്തരവ് എന്ന് തന്നെ പറയണം. തമിഴകത്ത് 717 മദ്യശാലകൾ പൂട്ടും. ടാസ്മാക്കിന്റെ മദ്യശാലകളാണ് പൂട്ടുന്നത്. സംസ്ഥാനത്താകെ ടാസ്മാക്കിന് 4765 മദ്യശാലകളാണ് ഉള്ളത്. പൊതുജന താൽപര്യാർത്ഥവും അതോടൊപ്പം തന്നെ സുരക്ഷയും യുവജന ക്ഷേമവും ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് ഇത്തരത്തിലൊരു നടപടി ഉണ്ടാകും എന്ന് നേരത്തെ തന്നെ സൂചന നൽകിയിരുന്നു. നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ താഴെത്തട്ടിലേക്ക് നൽകിയിരുന്നു. അതനുസരിച്ച് ആണ് ഈ നടപടി. സംസ്ഥാനത്താകെ 4705 മദ്യശാലകളാണ് ടാസ്മാക്കിന് ഉള്ളത്. ഇതിൽ 717 എണ്ണമാണ് 2 ആഴ്ചയ്ക്കുള്ളിൽ പൂട്ടണം എന്ന് മുഖ്യമന്ത്രി വിജയ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ നിർദ്ദേശം നൽകിയിരിക്കുന്ന മദ്യശാലകൾ 500 മീറ്റർ പരിധിക്കുള്ളിൽ പ്രവർത്തിക്കുന്നവയാണ്. അതായത് സ്കൂളുകൾ, ആരാധനാലയങ്ങൾ, പള്ളികൾ, അതോടൊപ്പം തന്നെ
മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പൊതു ബസ് സ്റ്റാൻഡ്, ബസ് ടെർമിനൽ ഇവിടങ്ങളിലൊക്കെ ഈ പ്രദേശത്തിൻ്റെ 500 മീറ്റർ പരിധിക്കുള്ളിൽ പ്രവർത്തിക്കുന്ന മദ്യശാലകളാണ് ഇപ്പോൾ പൂട്ടാനായി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നേരത്തെ തന്നെ ജില്ലാ ഭരണകൂടത്തിനും അതോടൊപ്പം തന്നെ ടാസ്ക് മാർക്കിൻ്റെ ഉദ്യോഗസ്ഥരോടും ഇത് സംബന്ധിച്ച സർവേ പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. ഇതനുസരിച്ച് അവർ സർവേ നടത്തി. ആ സർവേയിലാണ് 186 മദ്യശാലകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ 500 മീറ്റർ പരിധിക്കുള്ളിൽ പ്രവർത്തിക്കുന്നുവെന്നും അതോടൊപ്പം തന്നെ ബസ് സ്റ്റാൻഡുകളുടെ 500 മീറ്റർ പരിധിക്കുള്ളിൽ 255 മദ്യശാലകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നും റിപ്പോർട്ട് നൽകിയത്. ഇങ്ങനെ ഇത്തരത്തിൽ 276 മദ്യശാലകൾ ആരാധനാലയങ്ങൾക്ക് സമീപവും പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ ആകെ 717 മദ്യശാലകളാണ് പൂട്ടാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 2 ആഴ്ചയ്ക്കുള്ളിൽ ഈ നടപടി പൂർത്തിയാക്കണം എന്നാണ് മുഖ്യമന്ത്രി വിജയുടെ കർശന നിർദ്ദേശം. ഇത് പൂർത്തിയാക്കിയ ശേഷം റിപ്പോർട്ട് നൽകണം എന്നുകൂടി ഈ ഉത്തരവിൽ ഉണ്ട്. മാത്രമല്ല, ഇത്തരത്തിൽ 717 മദ്യശാലകൾ ഒറ്റയടിക്ക് അടച്ചുപൂട്ടുമ്പോൾ സമീപത്തെ ഔട്ട്ലെറ്റുകളിൽ തിരക്ക് നിയന്ത്രണാതീതമാകും എന്ന ആശങ്കയുണ്ട്. ആ ആശങ്ക കൂടി കണക്കിലെടുത്ത് അവിടെ കൃത്യമായ മോണിറ്ററിംഗ് സംവിധാനം നടപ്പാക്കണം എന്ന നിർദ്ദേശം കൂടി മുഖ്യമന്ത്രി വിജയ് നൽകിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. എന്തായാലും പൊതുജന താൽപര്യാർത്ഥമാണ് ഈ ഉത്തരവ് എന്ന് വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ പൂട്ടി നടപടി സ്വീകരിച്ച് റിപ്പോർട്ട് നൽകിയ ശേഷമാകും ഇക്കാര്യത്തിൽ ഈ പൂട്ടിയ ഔട്ട്ലെറ്റുകൾ പൂട്ടിയ പശ്ചാത്തലത്തിൽ സമീപത്തെ ഔട്ട്ലെറ്റുകളിൽ തിരക്ക് കൂടിയാൽ അതിന് എന്ത് നടപടി സ്വീകരിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക. എന്തായാലും ജനപ്രിയ തീരുമാനങ്ങളുമായി വിജയ് ആദ്യ ദിവസം തന്നെ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ് ഓഫീസിലെത്തി ആദ്യ ദിവസം തന്നെ മുന്നോട്ട് പോവുകയാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. സത്യപ്രതിജ്ഞയ്ക്ക് തൊട്ട് പിന്നാലെ സ്ത്രീ സുരക്ഷയ്ക്കായി പ്രത്യേക സ്ക്വാഡ്, 200 യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതി, അതോടൊപ്പം തന്നെ എല്ലാ ജില്ലകളിലും ലഹരി വിരുദ്ധ സംഘം. അതിന് പിന്നാലെയാണ് സുപ്രധാനമായി മദ്യനയത്തിൽ നിർണായകമായ TVK സർക്കാരിൻ്റെ ഈ ഉത്തരവ് കൂടി വന്നിരിക്കുന്നത്. തമിഴകത്ത് 717 മദ്യശാലകൾ 2 ആഴ്ചയ്ക്കുള്ളിൽ പൂട്ടും. അനുശ്രീ. കാർത്തിക, അതുപോലെ തന്നെ കാർത്തിക നേരത്തെ പറഞ്ഞു ഈ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം ചില തീരുമാനങ്ങൾ TVKയുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു ഈ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നൊക്കെ. ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു തുടക്കം എന്നോണം വേണോ നമ്മളിതിനെ കാണാൻ? പലതരം മാറ്റങ്ങൾ TVKയുടെ പ്രചരണ ഘട്ടങ്ങളിൽ തന്നെ അവർ മുന്നോട്ട് വെച്ചതാണ്. അതിൽ ഏറ്റവും പ്രധാനമായിരുന്നു സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യവും അതോടൊപ്പം തന്നെ ലഹരിയിൽ നിന്ന് യുവാക്കളെ മുക്തമാക്കുന്നത് അടക്കമുള്ള നടപടികളിൽ നിർണായക പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നതും. പക്ഷേ സുപ്രധാനമായ ഉത്തരവ് ആദ്യ ദിവസം തന്നെ ഉണ്ടാകും എന്ന എതിർചേരിയിലുള്ളവർ പ്രതിപക്ഷം പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഒറ്റ ദിവസം കൊണ്ട് റെക്കോർഡ് വേഗത്തിലാണ് ഈ സർവേ നടപടികൾ പൂർത്തിയാക്കിയത്. നമ്മൾ നേരത്തെ കണക്ക് പറഞ്ഞതുപോലെ 4765 ടാസ്ക് മാർക്ക് മദ്യശാല ഔട്ട്ലെറ്റുകളാണ് തമിഴ്നാട്ടിൽ ഉടനീളം ഉള്ളത്. ഇതിൽ ഏതൊക്കെയാണ് 500 മീറ്റർ പരിധിക്കുള്ളിൽ സ്കൂളുകളുടെ, ആരാധനാലയങ്ങളുടെ, പള്ളികളുടെ, ബസ് സ്റ്റാൻഡിൻ്റെ, ബസ് ടെർമിനലുകളുടെ ഈ പ്രദേശങ്ങളുടെ, അതായത് പൊതുസമൂഹം ഏറെ ആശ്രയിക്കുന്ന, ദൈനംദിന ജീവിതത്തിൽ അവരുടെ ഭാഗമാകുന്ന, നിരവധി പേർ ഒത്തുകൂടുന്ന ഇത്തരം പ്രദേശങ്ങളുടെ 500 മീറ്റർ പരിധിക്കുള്ളിൽ പല സംസ്ഥാന സർക്കാരുകളുടെ മദ്യനയം അനുസരിച്ച് മദ്യശാലകൾ പ്രവർത്തിക്കാൻ പാടില്ല. പക്ഷേ അപ്പോഴും 717 മദ്യശാലകൾ അവിടെ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ട് വരുന്നു. അങ്ങനെ അതിൻ്റെ വിശദമായ സ്പ്ലിറ്റപ്പ് അടക്കമുള്ള കണക്കുകളാണ് ആ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി. അതിൽ ആരാധനാലയങ്ങൾക്ക് 500 മീറ്റർ പരിധിക്കുള്ളിൽ 276 മദ്യശാലകൾ, 180 എണ്ണം സ്കൂളുകളുടെയും കോളേജുകളുടെയും ട്യൂട്ടോറിയലുകളുടെയും മറ്റ് തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും, 255 ഇടത്ത് ഈ ബസ് സ്റ്റാൻഡുകളുടെ 500 മീറ്റർ പരിധിക്കുള്ളിൽ മദ്യശാലകൾ പ്രവർത്തിക്കുന്നതായും കണ്ടെത്തി. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദ്രുതഗതിയിലുള്ള ഉത്തരവ്. ഏതായാലും സുപ്രധാനമായ ഈ ഉത്തരവ് 2 ആഴ്ചയ്ക്കുള്ളിൽ നടപ്പാക്കണമെന്നാണ് നിർദ്ദേശം. ആ നിർദ്ദേശം നടപ്പാക്കുകയും ചെയ്യും. ഇത് എന്ത് തരത്തിലുള്ള വിമർശനങ്ങൾക്ക് വഴിവെക്കും എന്നത് വരും മണിക്കൂറുകളിൽ അറിയണം. അതോടൊപ്പം തന്നെ പൊതുജനങ്ങളിൽ ഇത് എന്ത് തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ഉണ്ടാക്കുക. സ്വാഭാവികമായും സ്ത്രീകളടക്കമുള്ളവർ ഈ ഉത്തരവിനെ സ്വാഗതം ചെയ്യും. എന്നാൽ ഇതിലൂടെ ഉണ്ടാകുന്ന വരുമാന നഷ്ടം, ഇതടക്കമുള്ള കാര്യങ്ങളിലൊക്കെ പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതികരണം വരണം. പക്ഷേ അപ്പോഴും അധികാരത്തിൽ എത്തിയത് മാറ്റത്തിന് വേണ്ടിയാണ് എന്ന് വിജയ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ആ മാറ്റം പല സുപ്രധാനമായ ജനപ്രിയ തീരുമാനങ്ങളിലൂടെയും ഉത്തരവുകളിലൂടെയും അതിന് തുടക്കമിട്ടിരിക്കുകയാണ് വിജയ് തമിഴ്നാട്ടിൽ. കാർത്തിക, അതുപോലെയുള്ള ഈ എടുത്തു ചാടിയുള്ള ചില തീരുമാനങ്ങൾ പ്രതിസന്ധിയെ സൃഷ്ടിക്കാനുള്ള സാഹചര്യമില്ല. കാരണം കാർത്തിക നേരത്തെ പറഞ്ഞു, ഈ മദ്യശാലകൾ പൂട്ടിയതിനു ശേഷം, റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം മാത്രമേ ഇനി മറ്റ് മദ്യശാലകളിൽ തിരക്ക് കൂടുന്നതിൽ എന്തെങ്കിലും പരിഹാര മാർഗങ്ങളൊക്കെ കാണൂ എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിരുന്നു. അങ്ങനെയെങ്കിൽ ഇത് കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കാനുള്ള ഒരു സാഹചര്യമില്ലേ?
പ്രതികൂല ഘടകങ്ങൾ പലതുമുണ്ടെങ്കിലും മദ്യപാനം പ്രോത്സാഹിപ്പിക്കുക എന്നത് ഒരു സർക്കാരിൻ്റെയും നയമായി വരില്ല. പ്രത്യേകിച്ച് മദ്യപാനം ഘട്ടം ഘട്ടമായി അവസാനിപ്പിക്കുന്നു, മീൻസ് മദ്യ ഉപയോഗം ഘട്ടം ഘട്ടമായി അവസാനിപ്പിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിനായും സ്വാഭാവികമായും സർക്കാർ നടപടികൾ സ്വീകരിക്കുക. അത് നേരത്തെ തന്നെ TVK വ്യക്തമാക്കിയിരുന്നതുമാണ്. അതനുസരിച്ചുള്ള തീരുമാനങ്ങളാണ് കൈക്കൊള്ളുന്നതും. പക്ഷേ 2 ആഴ്ചയ്ക്കുള്ളിൽ 717 മദ്യശാലകൾ പൂട്ടുമ്പോൾ ചില പ്രതിസന്ധികൾ ഉണ്ട് എന്നത് വസ്തുതയാണ്. അത് ഒന്ന് വരുമാനത്തിൽ, മറ്റൊന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഒറ്റയടിക്ക് 717 മദ്യശാലകൾ പൂട്ടുമ്പോൾ സമീപത്തെ ഔട്ട്ലെറ്റുകളിൽ ഉണ്ടാകുന്ന തിരക്ക്, ഇതെല്ലാം മുൻകൂട്ടി കണ്ട് നടപടികൾ സ്വീകരിക്കാതെ ദ്രുതഗതിയിൽ ഈ ഉത്തരവ് സ്വീകരിച്ചതിൽ ഒരുപക്ഷെ വിമർശനങ്ങൾ ഉണ്ടാകാം. എന്തായാലും വലിയ തരത്തിൽ ഉള്ള ഒരു സ്വീകാര്യത തന്നെയാണ് വിജയുടെ ഈ ഉത്തരവിന് ഇതിനോടകം ലഭിക്കുന്നത്. ഒരു മാസ് ഉത്തരവായി തന്നെ ഇതിനെ സോഷ്യൽ മീഡിയയും ഏറ്റെടുത്ത് കഴിഞ്ഞു എന്നതാണ് ശ്രദ്ധേയം. ശരി, തമിഴ്നാട്ടിൽ വിജയ് അധികാരമേറ്റതിന് പിന്നാലെ തന്നെ 717 മദ്യശാലകൾ പൂട്ടുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ആരാധനാലയങ്ങൾക്കും ബസ് സ്റ്റാൻഡുകൾക്കും ഒക്കെ സമീപം 500 മീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന മദ്യശാലകൾ പൂട്ടുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. VR കാർത്തികാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. അതിനിടെ സംസ്ഥാനത്ത് മദ്യ ബ്രാൻഡുകളുടെ വില കുറച്ചിരിക്കുകയാണ്. ഓൾഡ് മങ്ക്, ഓഫീസേഴ്സ് ചോയ്സ്, ലേ മൗണ്ട് റം അടക്കം ബ്രാൻഡുകൾക്കാണ് വില കുറഞ്ഞത്. 1/2 ലിറ്ററിന് 10 രൂപ മുതൽ 50 രൂപ വരെയാണ് വില കുറച്ചത്. ചില ബ്രാൻഡുകൾക്ക് മാത്രമാണ് വില കുറഞ്ഞത്. മദ്യം വിതരണം ചെയ്യുന്ന കമ്പനികൾ വില കുറയ്ക്കാൻ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി. കൂടുതൽ വിറ്റുവരവുള്ള ബ്രാൻഡുകൾക്കും ആനുപാതികമായി വില കുറഞ്ഞിട്ടുണ്ട്. 50-ലധികം ബ്രാൻഡുകൾക്ക് വിലക്കുറവ് ബാധകമാകും. പുതുക്കിയ വില ഇന്ന് പ്രാബല്യത്തിൽ വന്നു. അസമിൽ BJP നേതൃത്വത്തിലുള്ള NDA സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കൊപ്പം 18 മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യും. ഗുവാഹത്തിയിലെ വെറ്റിനറി കോളേജ് ഗ്രൗണ്ടിൽ നടക്കുന്ന ചടങ്ങിൽ ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. പശ്ചിമബംഗാളിൽ ചീഫ് ഇലക്ടറൽ ഓഫീസറെ ചീഫ് സെക്രട്ടറിയായി നിയമിച്ച് സുവേന്ദു സർക്കാർ. തെരഞ്ഞെടുപ്പ് നടപടിക്രമം പൂർത്തിയാക്കി 48 മണിക്കൂറിനുള്ളിലാണ് മനോജ് കുമാർ അഗർവാളിന് പുതിയ നിയമനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE-യിലേക്ക് ഈ മാസം 15-നാണ് സന്ദർശനം നടത്തുക. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. UAE പ്രസിഡന്റുമായി ഉഭയകക്ഷി വിഷയങ്ങൾ ചർച്ച ചെയ്യും. മെയ് 15 മുതൽ 20 വരെ നീളുന്ന ലോക പര്യടനത്തിന്റെ തുടക്കത്തിലാണ് UAE സന്ദർശനം. പെട്രോൾ ഡീസൽ വില ഉടൻ വർദ്ധിപ്പിക്കും. പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 5 മുതൽ 10 രൂപ വരെ വർദ്ധിപ്പിക്കണമെന്നാണ് പെട്രോളിയം കമ്പനികളുടെ ആവശ്യം. യുദ്ധം ആരംഭിച്ച് 10 ആഴ്ചയ്ക്കിടെ 1 ലക്ഷം കോടിയുടെ നഷ്ടമെന്നാണ് എണ്ണ കമ്പനികൾ ചൂണ്ടിക്കാട്ടുന്നത്. ഇന്ത്യയിൽ 60 ദിവസത്തേക്കുള്ള ക്രൂഡ് ഓയിലും പ്രകൃതിവാതകവും 45 ദിവസത്തേക്കുള്ള പാചകവാതകവും സ്റ്റോക്കുണ്ടെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. ഇന്ധന പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ സ്വയം നിയന്ത്രണത്തിന് പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ഗുജറാത്തിലും അദ്ദേഹം ആവർത്തിച്ചു. VR കാർത്തിക് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. കാർത്തിക്, ഇന്ധനവില കൂട്ടുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഏകദേശം 5 മുതൽ 10 രൂപ വരെ കൂട്ടുമെന്ന് പറയുന്നു. അതൊരു സാധ്യത മാത്രമല്ല, പെട്രോളിയം കമ്പനികളുടെ ഭാഗത്ത് നിന്ന് വലിയ തരത്തിലുള്ള സമ്മർദ്ദം നിലനിൽക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ വില വർദ്ധിക്കുമെന്ന് തന്നെ വേണ്ടേ കരുതാൻ? പെട്രോൾ ഡീസൽ വില വർദ്ധിക്കുമെന്ന അഭ്യൂഹങ്ങൾ 2 ആഴ്ചയ്ക്ക് മുമ്പ് തന്നെ ശക്തമായിരുന്നു. പക്ഷേ 5 സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നതുകൊണ്ടാണ് അത് വൈകിയത് എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നു. എന്തായാലും എണ്ണ കമ്പനികൾ കേന്ദ്ര സർക്കാരിന് മേൽ സമ്മർദ്ദം ശക്തമാക്കുകയാണ്. പെട്രോൾ ലിറ്ററിന് 5 രൂപയും ഡീസലിന് 5 രൂപ മുതൽ 10 രൂപ വരെയും വർധന വേണം എന്ന ആവശ്യമാണ് പെട്രോളിയം കമ്പനികൾ മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ കേന്ദ്ര സർക്കാർ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല. ഇതിനായി എണ്ണ കമ്പനികൾ ചൂണ്ടിക്കാട്ടുന്ന കണക്ക് ഈ യുദ്ധം ആരംഭിച്ചത്, അതായത് ഫെബ്രുവരി 28-ന് ഈ യുദ്ധം ആരംഭിച്ച് 10 ആഴ്ച പിന്നിടുമ്പോൾ 1 ലക്ഷം കോടിയുടെ നഷ്ടമാണ് എണ്ണ കമ്പനികൾക്ക് ഉണ്ടാകുന്നത് എന്നാണ്. പല ഘട്ടങ്ങളിലായി എണ്ണ കമ്പനികൾ സമ്മർദ്ദം ചെലുത്തിയപ്പോൾ സ്പെഷ്യൽ അഡീഷണൽ എക്സൈസ് ടാക്സ് അടക്കം കുറച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഒരു ഇടപെടൽ നടത്തിയത്. അതിലൂടെ പക്ഷേ കേന്ദ്ര ഖജനാവിലേക്ക് വരേണ്ടിയിരുന്ന 14,000 കോടിയുടെ കുറവാണ് പ്രതിമാസം ഉണ്ടാകുന്നത്. നിലവിൽ ആഗോളതലത്തിലുള്ള ഊർജ്ജ പ്രതിസന്ധി, അതായത് ഇറക്കുമതി കുറഞ്ഞതോടെ ലഭ്യത കുറഞ്ഞു, മാത്രമല്ല കൂടുതൽ ചിലവ് വരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഇന്ധന ഉപയോഗം കുറയ്ക്കണം എന്ന ആവശ്യവുമായി പ്രധാനമന്ത്രി തന്നെ രംഗത്തെത്തിയത്. അതിന് കോവിഡ് കാലയളവിലെ മാതൃകയിൽ സ്വയം നിയന്ത്രണം നടപ്പാക്കണമെന്നത് അടക്കം ചൂണ്ടിക്കാട്ടി അദ്ദേഹം 7 നിർദ്ദേശങ്ങൾ നേരത്തെ മുന്നോട്ട് വച്ചിരുന്നു. ഇന്നലെ ഗുജറാത്തിൽ വഡോദരയിൽ നടന്ന പൊതുപരിപാടിയിലും അദ്ദേഹം ഇത്തരത്തിൽ ഇന്ധന ഉപയോഗം കുറയ്ക്കാൻ സ്വയം നിയന്ത്രണം അനിവാര്യമാണെന്നും അതിന് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ വർക്ക് ഫ്രം ഹോം അടക്കമുള്ള നിർദ്ദേശങ്ങൾ പ്രായോഗികമായി നടപ്പാക്കാൻ ശ്രമിക്കണം എന്നും അദ്ദേഹം പറഞ്ഞു. എന്തായാലും കേന്ദ്ര സർക്കാർ വരും ദിവസങ്ങളിൽ
പെട്രോൾ ഡീസൽ വില വർധനയ്ക്ക് പച്ചക്കൊടി നൽകും എന്ന് തന്നെയാണ് സൂചന. ലിറ്ററിന് 5 രൂപ വരെ വർദ്ധിക്കാനുള്ള സാധ്യതകളാണ് തെളിയുന്നത്. കഴിഞ്ഞ ദിവസം കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ അവലോകന യോഗം ദില്ലിയിൽ ചേർന്നിരുന്നു. നിലവിൽ ഒരു പ്രതിസന്ധി രാജ്യത്തില്ല, പക്ഷേ ഇന്ധന ലഭ്യതയുടെ കുറവുണ്ട്. ഈ പശ്ചാത്തലത്തിൽ നിലവിൽ ഉപയോഗം കുറയ്ക്കേണ്ടതുണ്ട്. വരും കാല പ്രതിസന്ധി മുന്നിൽ കണ്ടുകൊണ്ടുള്ള നടപടികൾ അനിവാര്യമാണ് എന്ന വിലയിരുത്തലിലാണ് യോഗം എത്തിച്ചേർന്നത്. പക്ഷേ കേന്ദ്ര പ്രതിരോധ മന്ത്രി തന്നെ വ്യക്തമാക്കിയ കണക്കുകൾ അനുസരിച്ച് 60 ദിവസത്തേക്കുള്ള ക്രൂഡ് ഓയിൽ ഇന്ത്യയിൽ ശേഖരമുണ്ട്. അതോടൊപ്പം തന്നെ 45 ദിവസത്തേക്കുള്ള പാചകവാതകവും സ്റ്റോക്കുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിസന്ധി മുന്നിലില്ല. പക്ഷേ ദീർഘകാലാടിസ്ഥാനത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ അത് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള നടപടികൾ അനിവാര്യമാണ്. മറ്റൊന്ന്, കഴിഞ്ഞ 3 ദിവസത്തെ കണക്കുകൾ കൂടി പുറത്തുവിട്ടുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇക്കാര്യം വ്യക്തമാക്കിയത്. അതായത് കഴിഞ്ഞ 3 ദിവസത്തിനിടെ 1.3 കോടി LPG സിലിണ്ടറുകൾ വിതരണം ചെയ്തു എന്നാണ് കേന്ദ്ര സർക്കാർ തന്നെ പുറത്തുവിട്ട കണക്ക്. എന്തായാലും നിലവിൽ ആഗോളതലത്തിലെ ഊർജ്ജ പ്രതിസന്ധി രൂക്ഷമാണ്. വിവിധ യൂറോപ്യൻ രാജ്യങ്ങൾ ഇതിനോടകം വില വർദ്ധിപ്പിച്ചു. അതായത് സ്പെയിൻ അടക്കമുള്ള രാജ്യങ്ങൾ 34% ഇന്ധനവില വർദ്ധിപ്പിച്ചത്. UK 22%. അങ്ങനെ വിദേശ രാജ്യങ്ങളിലെല്ലാം തന്നെ വില വർധന നിലവിൽ വന്നു കഴിഞ്ഞു. പക്ഷെ അപ്പോഴും ഇന്ത്യയിൽ ഇതുവരെ പെട്രോൾ ഡീസൽ വില ലിറ്ററിന് വർദ്ധിപ്പിച്ചിട്ടില്ല. സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ അത് പ്രതീക്ഷിക്കണം. 2 വർഷത്തോളമായി വില ഉയർത്തിയിട്ടില്ല എന്ന പ്രതിരോധവും കേന്ദ്ര സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞു. സ്വാഭാവികമായും എണ്ണ കമ്പനികളുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി വരും ദിവസങ്ങളിൽ ലിറ്ററിന് 5 രൂപ വരെ കൂട്ടിയേക്കാനുള്ള സാധ്യതകളാണ് പുറത്തുവരുന്നത്. കാർത്തിക്, അതുപോലെ തന്നെ ഈ ക്രൂഡ് ഓയിലിന്റെ ലഭ്യതയിൽ ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ, അത് ഈ വില കൂടുന്ന ഒരു സാഹചര്യത്തിൽ കൂടുതൽ ആളുകൾ പമ്പിലേക്ക് എത്തുന്നു, വണ്ടികളിൽ ഇന്ധനം നിറയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതേസമയം തന്നെ ഈ ക്രൂഡ് ഓയിൽ ലഭ്യമല്ലാതാകുന്ന ഒരു സാഹചര്യം കൂടി വരുമ്പോൾ അത് കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കാനുള്ള ഒരു സാഹചര്യമില്ലേ? ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് പ്രതിദിനം 5 മില്യൺ ബാരലാണ് ആവശ്യമായി വരുന്നത്. ഇപ്പോൾ ഇറക്കുമതി കുറഞ്ഞു. മാർച്ച് വരെയുള്ള കണക്കെടുത്ത് നോക്കിയാൽ ഇപ്പോൾ ഇറക്കുമതിയിൽ ഇന്ത്യ കൂടുതൽ ആശ്രയിക്കുന്നത് റഷ്യയിൽ നിന്നുള്ള ഓയിലാണ്. അതായത് 33% റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി തോത് ഉയർന്നത്. അതേസമയം മധ്യേഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി അത് വലിയ തോതിൽ കുറയുകയും ചെയ്തു. 30-ൽ താഴെ ആവുകയും ചെയ്തു. വലിയ തോതിൽ 80%-ലധികവും ഇന്ത്യ ഇറക്കുമതി ചെയ്തിരുന്നത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്നാണ്. നിലവിലെ യുദ്ധം സൃഷ്ടിച്ച പ്രതിസന്ധി അതിരൂക്ഷമാണ്. 10 ആഴ്ചയായി യുദ്ധം തുടരുന്നു. നിലവിൽ ഉടനെങ്ങും യുദ്ധം അവസാനിക്കുന്ന ഒരു സാഹചര്യവുമില്ല. ഈ പ്രതിസന്ധി കാലയളവിലെല്ലാം തന്നെ 14 കപ്പലുകൾ ഹോർമുസ് വഴി രാജ്യത്തേക്ക് എത്തിക്കാൻ സാധിച്ചു. പക്ഷെ അപ്പോഴും വരും കാലങ്ങളിൽ എങ്ങനെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ചില ആശങ്കകളുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ UAE-യിലേക്ക് പ്രധാനമന്ത്രി വരും ദിവസം പോകുന്നുമുണ്ട്. സ്വാഭാവികമായും ഒപെക്കിൽ നിന്ന് പോയ ശേഷം UAE-യുമായി നടത്തുന്ന ആദ്യ ചർച്ചയാണ്. ഊർജം തന്നെയായിരിക്കും പ്രധാന ചർച്ചാ വിഷയം. ഇതടക്കമുള്ള കാര്യങ്ങളിൽ ചർച്ചകൾ പ്രതീക്ഷിക്കുന്നു. എന്തായാലും നിലവിൽ ഇറക്കുമതിയിലുണ്ടായ കുറവ് അത് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള നടപടികളാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത്. അതോടൊപ്പം തന്നെ പൊതുജനങ്ങളോട് ആവശ്യപ്പെടുന്നതും വരും കാല പ്രതിസന്ധി മുന്നിൽ കണ്ട് ഇന്ധന ഉപയോഗം കുറയ്ക്കണം എന്നതുമാണ്. ശരി, VR കാർത്തിക്കാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. തമിഴ്നാട് നിയമസഭാ സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്ന്. JCD പ്രഭാകർ തമിഴ്നാട് നിയമസഭാ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെടും. M രവിശങ്കർ ഡെപ്യൂട്ടി സ്പീക്കറാകും. നിയമസഭയിൽ വിജയ് സർക്കാരിന്റെ വിശ്വാസ വോട്ടെടുപ്പും വൈകാതെ. വില്ലിവാക്കത്ത് നിന്ന് 2 തവണ AIADMK MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ട JCD പ്രഭാകർ ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് TVK-യിലെത്തിയത്. 73-കാരനായ പ്രഭാകറിനെ 2022-ലാണ് AIADMK-യിൽ നിന്ന് പുറത്താക്കിയത്. ദിവസമായിരുന്നു തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായി വിജയ് സത്യപ്രതിജ്ഞ ചെയ്തത്. എന്നാൽ വിജയെ സംബന്ധിച്ചിടത്തോളം അതിൽ സാങ്കേതികത്വം നിറയുന്ന നടപടിക്രമങ്ങളിലേക്ക് വിജയ് കടക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. അതായത് നിയമസഭയിൽ വിജയ്ക്ക് ഭൂരിപക്ഷം തെളിയിക്കേണ്ടതുണ്ട്. ആ ഭൂരിപക്ഷം തെളിയിക്കുവാൻ നിലവിൽ ഗവർണർ നൽകിയിട്ടുള്ള സമയം നാളെ വരെയാണ്. നാളേക്ക് ഉള്ളിൽ കൃത്യമായി ഭൂരിപക്ഷം ഉണ്ട് എന്ന് ഫ്ലോർ ടെസ്റ്റിന് തയ്യാറാകണമെന്നും അങ്ങനെ ഭൂരിപക്ഷം തെളിയിക്കണം എന്നുമുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. അതിനിടെ വളരെ പ്രധാനപ്പെട്ട ചില നീക്കങ്ങൾ കൂടി നടക്കുന്നുണ്ട്. അതിലേക്ക് വരുന്നതിന് മുമ്പ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ആണ് സ്പീക്കറുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നിലവിൽ MLA ആയിട്ടുള്ള JCD പ്രഭാകർ സ്പീക്കർ പദവിയിലേക്ക് മത്സരിക്കുന്നതിന് വേണ്ടി പത്രിക സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റാരും ഈ സ്പീക്കർ പദവിയിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ഒരു പക്ഷേ
വോട്ടെടുപ്പ് ഇല്ലാതെ തന്നെ സ്പീക്കറെ നിശ്ചയിച്ചേക്കും എന്ന സൂചനകൾ ആണ് പുറത്തുവരുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അണ്ണാ DMKയുടെ മുൻ നേതാവ് കൂടിയായിരുന്നു JCD പ്രഭാകർ എന്നതാണ് എടുത്തു പറയേണ്ടത്. TVKയിൽ തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം ജോയിൻ ചെയ്യുകയും മത്സരിക്കുകയും അങ്ങനെ വിജയിക്കുകയും ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പും ഇന്ന് തന്നെ നടക്കും എന്നതാണ് വിവരങ്ങൾ. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കം ഇപ്പോൾ നമുക്ക് വ്യക്തമാകുന്നത് AIADMKയ്ക്ക് അകത്ത് വലിയ ഭിന്നിപ്പ് ഉണ്ടാകുന്നു എന്നത് തന്നെയാണ്. അതായത് വീണ്ടും AIADMK പിളരുന്നു എന്ന സൂചനകൾ തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് നയിച്ച എടപ്പാടി പളനിസ്വാമിക്ക് കേവലം 17 MLAമാരുടെ പിന്തുണ മാത്രമാണ് ഉറപ്പാക്കാൻ സാധിക്കുന്നത്. അതേസമയം SP വേലുമണിയെ വിമതപക്ഷം പിന്തുണയ്ക്കുകയാണ്. ഇതിൽ വിമതപക്ഷത്തിനാണ് ഭൂരിപക്ഷം എന്നതാണ് ഏറ്റവും കൗതുകമാകുന്ന കാര്യം. ഈ തെരഞ്ഞെടുപ്പിൽ AIADMKയുടെ 47 അംഗങ്ങൾ ആണ് വിജയിച്ച് കയറിയത് എന്നതാണ് എടുത്തു പറയേണ്ടത്. അതിൽ തന്നെ 30 പേരും ഇപ്പോൾ വിമതപക്ഷത്തേക്ക്, അതായത് ഈ തെരഞ്ഞെടുപ്പിലെ ഇത്രമേൽ വലിയ ഒരു തോൽവിക്ക് കാരണം എടപ്പാടി പളനിസ്വാമിയാണ് എന്നതാണ് ഇവരുടെ വിലയിരുത്തൽ. അങ്ങനെ 30 അംഗങ്ങൾ ഇപ്പോൾ ഭൂരിപക്ഷത്തിൽ, അതായത് 47 അംഗങ്ങളിൽ ഭൂരിപക്ഷവും ഇപ്പോൾ എടപ്പാടിയെ തള്ളിപ്പറയുന്നു എന്നതാണ്. ഒരുപക്ഷെ കൂറുമാറ്റ നിരോധന നിയമം എന്നത് ബാധകമാകാതിരിക്കണമെങ്കിൽ 32 പേരുടെ പിന്തുണയാണ്, 32 MLAമാരുടെ പിന്തുണയാണ് ലഭിക്കേണ്ടത്. ഇങ്ങനെ 32 അംഗങ്ങളുടെ പിന്തുണ ഇപ്പോൾ ലഭിക്കും എന്ന പ്രതീക്ഷയിലാണ് SP വേലുമണി പക്ഷം ഉള്ളത്. അവർ വിമതപക്ഷത്ത് നിയമസഭാ കക്ഷി നേതാവായി SP വേലുമണിയുടെ പേര് ആണ് നൽകിയിട്ടുള്ളത് എന്നതുകൂടിയാണ് എടുത്തു പറയേണ്ടത്. 17 അംഗങ്ങൾ ആണ് എടപ്പാടി പളനിസ്വാമിയുടെ പേര് നൽകിയിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഈ 32 അംഗങ്ങൾ വിമതപക്ഷത്തേക്ക് വരികയാണെങ്കിൽ കൂറുമാറ്റ നിരോധന നിയമം എന്നത് അവർക്ക് അല്ലാത്ത സാഹചര്യം ആണ് ഉണ്ടാകുന്നത്. ഇതിലേറ്റവും നിർണായകമെന്നത് അനുശ്രീ ഈ വോട്ടെടുപ്പ്, അതായത് ഫ്ലോർ ടെസ്റ്റിൽ നിലവിൽ 120 അംഗങ്ങളുടെ പിന്തുണയാണ് ഉള്ളത് നിലവിൽ വിജയിക്ക് എന്നതാണ്. അതിൽ തന്നെ ഒരു സ്പീക്കർ എന്നത് ചുമതലയിലേക്ക് മാറുകയും ചെയ്യും. അപ്പോൾ പിന്നെ 119 പേരുടെ പിന്തുണയാണ് CPI, CPIM, IUML, അതോടൊപ്പം തന്നെ VCK എന്നീ പാർട്ടികളുടെ പിന്തുണയാണ് ഇപ്പോൾ വിജയിക്കുള്ളത്. എന്നാൽ ഇപ്പോൾ ഈ AIADMKയിലെ വിമതപക്ഷം ചേരിതിരിയുകയാണ് എങ്കിൽ അവർക്ക് 32 പേരുടെ പിന്തുണ ഉറപ്പാക്കാൻ സാധിക്കുകയും ചെയ്യുമെങ്കിൽ ഇവർ ഒന്നടങ്കം വിജയിയെ പിന്തുണച്ചേക്കും എന്ന സൂചനയാണ് വരുന്നത്. അങ്ങനെയെങ്കിൽ ഫ്ലോർ ടെസ്റ്റിൽ ഏതാണ്ട് 150-ൽ അധികം അംഗങ്ങളുടെ 234 അംഗങ്ങളാണ് തമിഴ്നാട് നിയമസഭയിൽ ഉള്ളത്. അതിൽ തന്നെ 150 അംഗങ്ങളുടെ വലിയ മെജോറിറ്റി വിജയിക്ക് ലഭിക്കും എന്ന സൂചനകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നിർണായകമായ നീക്കങ്ങൾ ആണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. സമാധാന ചർച്ചകൾ പാളിയതിന് പിന്നാലെ ഇറാന് നേരെ കടുത്ത ഭീഷണിയുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വെടിനിർത്തൽ കരാർ അതീവ ഗുരുതരാവസ്ഥയിലെന്ന മുന്നറിയിപ്പ്. കാര്യങ്ങൾ ശുഭകരമായി പര്യവസാനിക്കാൻ 1% സാധ്യത മാത്രമേയുള്ളൂ. ഇറാന്റെ പ്രതികരണം വിഡ്ഢിത്തമാണെന്നും വായിച്ച് പൂർത്തിയാക്കാൻ പോലും നിന്നില്ലെന്നും ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞു. Unbelievably weak, I would say. I would call it the weakest right now. After reading that piece of garbage they sent us, I didn't even finish reading it. They said, I'm not going to waste my time reading it. I would say it's one of the weakest right now. It's on life support. They understand. These are all medical people. Dr. Oz, life support is not a good thing. Do you agree? Bad prognostic. I would say the ceasefire is on massive life support, where the doctor walks in and says, sir, your loved one has approximately a 1% chance. അതേസമയം അടുത്ത ആഴ്ച നടക്കാനിരിക്കുന്ന ഇറാൻ US ചർച്ചയുടെ കാര്യത്തിലും അനിശ്ചിതത്വം തുടരുകയാണ്. ട്രംപിന്റെ ചൈനീസ് സന്ദർശനത്തിന് ശേഷം മാത്രം തുടർ നീക്കങ്ങൾ ഉണ്ടാകാനാണ് സാധ്യത. അജയ് സുധാബിജി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അജയ്, സമാധാന ചർച്ചകളൊന്നും നല്ല രീതിയിൽ പര്യവസാനിക്കുന്നില്ല. അതോടൊപ്പം തന്നെ ഇനിയൊരു ശുഭകരമായ പര്യവസാനത്തിന് 1% മാത്രമേ സാധ്യതയുള്ളൂ എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. അങ്ങനെയെങ്കിൽ കൂടുതൽ സംഘർഷങ്ങളിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യതയുണ്ടോ? അനുശ്രീ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒട്ടും ശുഭകരമായിട്ടുള്ള കാര്യങ്ങളല്ല നമുക്ക് മുന്നിൽ കാണാനാകുന്നത്. ഇപ്പോൾ ഇറാൻ അമേരിക്ക സംഘർഷം ആരംഭിച്ചിട്ട് ഇപ്പോൾ നിരവധി ദിവസങ്ങളായി. ഇപ്പോഴും ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ടിട്ട് ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. നിരവധി കപ്പലുകൾ മേഖലയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഒമാൻ രാജാവ് ഈ ഹോർമുസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകൾക്ക് ഒരു പരിഹാരം കാണണമെന്നുൾപ്പെടെ ആവശ്യപ്പെട്ടത്. ഇപ്പോൾ ഹോർമുസ് നമ്മൾ നോക്കിയാൽ മനസ്സിലാകും, ഇറാനും ഒമാനും ഇടയിലുള്ള ഒരു ചെറിയ കടലിടുക്കാണ്. ഇതിൽ ഒമാൻ
ഒമാൻ നിരന്തരം സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഹോർമുസ് തുറക്കാൻ വേണ്ടിയിട്ട്. അത് തീർച്ചയായിട്ടും ഇറാനെയും അതുപോലെ തന്നെ ഈ ഹോർമുസിൽ ഇറാൻ കപ്പലുകൾക്ക് ഉപരോധം ഏർപ്പെടുത്തിയ അമേരിക്കയും സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. ഇത്തരത്തിൽ പല രാജ്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ അതുപോലെ നിരന്തരമായിട്ട് ഈ ഹോർമുസ് തുറക്കാനുള്ള ആവശ്യപ്പെടൽ എല്ലാം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും ഇറാനും അമേരിക്കയും ഒരു ചർച്ചയ്ക്ക് തയ്യാറാകാൻ ഇതുവരെയും ഒരുക്കമായിട്ടില്ല. ഇപ്പോൾ ഫ്രാൻസിൻ്റെയും UK-യുടെയും കാര്യം നോക്കുകയാണെങ്കിൽ അവരുടെ ഒരു വിമാനവാഹിനി കപ്പലും അതുപോലെ തന്നെ മറ്റ് യുദ്ധക്കപ്പലും ഉൾപ്പെടെ മേഖലയിലേക്ക് അയച്ചിട്ടുണ്ട്. ഫ്രാൻസിൻ്റെ ഒരു യുദ്ധക്കപ്പൽ ചെങ്കടലിലും UK-യുടെ മറ്റൊരു വിമാനവാഹിനി കപ്പൽ അത് ഹോർമുസ് കടലിടുക്കിന് സമീപത്തുമാണ് നിലവിൽ സ്ഥിതി ചെയ്യുന്നത്. അവർ എന്നാൽ ഇരു രാജ്യങ്ങളും പറഞ്ഞിട്ടുള്ളത് നിലവിലൊരു സംഘർഷത്തിലേക്ക് തങ്ങൾ പോകുന്നില്ല. മേഖലയിലുള്ള സാഹചര്യങ്ങൾ നിരീക്ഷിച്ചതിന് ശേഷം അമേരിക്കയും ഇറാനും ഒരു കരാറിൽ എത്തിച്ചേർന്നാൽ മാത്രം ഹോർമുസ് കടലിടുക്കിലൂടെ യാത്ര ചെയ്യുന്ന കപ്പലുകൾക്ക് അകമ്പടി നൽകും എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. US ഇതിനിടെ ഓപ്പറേഷൻ ഫ്രീഡം ആരംഭിക്കും എന്നുള്ള ഭീഷണികളും ഉയർത്തുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പലതരം പ്രതിസന്ധികൾ നിലവിലുണ്ട്. ഈ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ചരക്ക് ഗതാഗതം സുഗമമാകാത്തത് കാരണം പല ഏഷ്യൻ രാജ്യങ്ങളും വലിയ ഒരു പ്രതിസന്ധിയിലൂടെയാണ് നീങ്ങുന്നത്. പല രാജ്യങ്ങളിലും ഭക്ഷ്യക്ഷാമം, കടുത്ത വിലക്കയറ്റം, സാമ്പത്തിക പ്രതിസന്ധി, ഇന്ധനക്ഷാമം എല്ലാം നേരിട്ട് തുടങ്ങിക്കഴിഞ്ഞു. ഇന്ത്യയിലും അതിൻ്റെ ചെറിയ ലാഞ്ചനകൾ കണ്ടു തുടങ്ങി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ഇക്കാര്യത്തിൽ കടുത്ത മുന്നറിയിപ്പുമായി രംഗത്തെത്തിയത് ഈ പശ്ചാത്തലത്തിൽ കൂടിയാണെന്ന് നമ്മൾ ഓർക്കണം. അപ്പോഴാണ് ഇപ്പോൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു പ്രതികരണം വരുന്നത്. ഒട്ടും സൂചകമല്ല അദ്ദേഹത്തിൻ്റെ വാക്കുകളെന്ന് നമുക്ക് നിസ്സംശയം പറയാനാകും. ഇപ്പോൾ ഓവൽ ഓഫീസിൽ നടന്ന ഒരു മെറ്റേണൽ ഹെൽത്ത് കെയർ ഇവന്റിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. അതുകൊണ്ട് തന്നെ ഒരു മെഡിക്കൽ ഭാഷയിൽ ഡോക്ടർമാർ പ്രതികരിക്കും പോലെയാണ് ട്രംപ് ഇറാനുമായിട്ടുള്ള സമാധാന കരാറിനെ പരിഹാസ രൂപേണ പരാമർശിക്കുകയുണ്ടായത്. അദ്ദേഹം പറഞ്ഞത് ഇറാൻ തങ്ങൾക്ക് മുന്നിൽ തങ്ങളുടെ US ഇറാന് മുന്നിൽ വെച്ചിരുന്ന സമാധാന നിർദ്ദേശങ്ങളിലുള്ള ഇറാന്റെ പ്രതികരണം താൻ വായിച്ചു. എന്നാൽ ആ ഒരു വളരെ മാലിന്യമുക്തമായിട്ടുള്ള ആ പേപ്പർ താൻ പൂർണ്ണമായിട്ട് വായിക്കാനുള്ള ക്ഷമ തനിക്കുണ്ടായിരുന്നില്ല. അത് പകുതി വെച്ച് താൻ നിർത്തി അത് പൂർണ്ണമായി തള്ളിക്കളയുകയായിരുന്നു. അത് വെറും വേസ്റ്റാണ് എന്നാണ് ട്രംപിൻ്റെ പ്രതികരണം. അതും അദ്ദേഹം പറയുന്നത് പുതിയ ഇറാന്റെ നിർദ്ദേശങ്ങളെന്ന് പറയുന്നത് അത് അവിശ്വസനീയമായ രീതിയിൽ ദുർബലമാണ് എന്നതാണ്. അതായത് US-ന്റെ ഒരാവശ്യങ്ങളും ഇറാൻ അംഗീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, മുൻപ് പരസ്പര ധാരണയിലെത്തിയ ആണവ വിഷയത്തിൽ ഉൾപ്പെടെ ഇറാൻ ഇപ്പോൾ പിന്നോട്ട് പോകുന്നു എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. അതായത് നേരിട്ട് സംസാരിച്ചപ്പോൾ ആണവ വിഷയത്തിൽ ഒരു പരിഹാരം കാണാം എന്ന് ഇറാൻ പറഞ്ഞിരുന്നു. ഇറാൻ ഒരിക്കലും ആണവായുധം നിർമ്മിക്കില്ല, അതുപോലെ സമ്പുഷ്ടീകരിച്ച യുറേനിയം US-ലേക്ക് കൊണ്ടുപോകാൻ സമ്മതിക്കുന്നു എന്നുൾപ്പെടെ ഇറാൻ പറഞ്ഞതാണ്. എന്നാൽ അത് പേപ്പറിൽ കാണാനില്ല എന്നാണ് ട്രംപ് പറയുന്നത്. അതുപോലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു മെഡിക്കൽ ഭാഷയിൽ ഇറാനുമായിട്ടുള്ള സമാധാന കരാർ ഗുരുതരാവസ്ഥയിലാണ്. ആ ഒരു വെടിനിർത്തൽ എന്ന് പറയുന്നത് ഇപ്പോൾ ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ സഹായത്തോടെയാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഈ വെടിനിർത്തൽ കരാർ ഒരു രോഗിയായിരുന്നുവെങ്കിൽ ഈ രോഗി രക്ഷപ്പെടാൻ 1% മാത്രമേ സാധ്യതയുള്ളൂ എന്നും ട്രംപ് സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് ഈ സമാധാന കരാർ അല്ലെങ്കിൽ ഈ വെടിനിർത്തൽ ഇത്തരത്തിൽ മുന്നോട്ട് പോകാൻ വളരെയധികം സാധ്യത കുറവാണ്. ശുഭകരമായി കാര്യങ്ങൾ പര്യവസാനിക്കാൻ ഒട്ടും പ്രതീക്ഷയില്ല എന്ന് തന്നെയാണ് ട്രംപ് നിലവിൽ സൂചിപ്പിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും ഒരു ആക്രമണത്തിൻ്റെ ഭീഷണി കൂടിയാണ്. എന്നാൽ ഈ ഭീഷണിക്ക് ഇറാൻ കൃത്യമായി തക്കതായിട്ടുള്ള മറുപടികൾ നൽകുന്നുമുണ്ട്. ഇറാനും ഒട്ടും പിന്നോട്ട് പോകുന്നില്ല എന്ന് നമുക്ക് കാണാനാകും. ഇപ്പോൾ ഈ ഒരു US-ഉമായിട്ടുള്ള സംഘർഷം ആരംഭിക്കുന്നതിന് മുൻപ് വരെ ഹോർമുസ് കടലിടുക്ക് ഒരു സ്വതന്ത്ര കപ്പൽ ഗതാഗത പാതയായിരുന്നു. അതുവഴി 100 കണക്കിന് കപ്പലുകളാണ് ദിവസവും സുഗമമായി കടന്നുപോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇറാൻ അവകാശപ്പെടുന്നത് ഹോർമുസ് കടലിടുക്ക് ഇറാന്റെ ഒരു പരമാധികാര മേഖലയായി കണക്കാക്കണമെന്നാണ്. ഇന്നലെ US-ന് മുന്നിൽ സമർപ്പിച്ചിരുന്ന നിർദ്ദേശങ്ങളിൽ അവർ മുന്നോട്ട് വെച്ച ഒരു പ്രധാന ആവശ്യവും ഇതുതന്നെയായിരുന്നു. അപ്പോൾ അതാണ് US ഇത് പൂർണ്ണമായി തള്ളിക്കളയാനുള്ള മറ്റൊരു കാരണം. ഇറാൻ തങ്ങളുടെ ആവശ്യങ്ങളിൽ നിന്ന് ഇപ്പോൾ ഒട്ടും തന്നെ പിന്നോട്ട് പോകുന്നില്ല എന്നാണ് നമുക്ക് കാണാനാകുന്നത്. ഇറാന്റെ വിദേശകാര്യ വക്താവായിട്ടുള്ള ഇസ്മായിൽ ബഗൈ നിരന്തരം വ്യക്തമാക്കുന്നത്, അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൂടി മാധ്യമങ്ങളെ കണ്ടപ്പോൾ സൂചിപ്പിച്ചത് ഇറാന്റെ ആവശ്യങ്ങൾ പൂർണ്ണമായിട്ടും ന്യായമാണ്. ഈ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം സുഗമമാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളാണ് തങ്ങൾ അതൊരു പരമാധികാര മേഖലയായി നിശ്ചയിക്കണമെന്ന് പറയുന്നതിലൂടെ സ്വീകരിക്കുന്നത്. എന്നാൽ US തങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുന്നത് തീർത്തും ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഇതിന് ട്രംപിന്റെ അത്യാർത്തിക്ക് മുന്നിൽ ഇറാന് കീഴടങ്ങാനാകില്ല എന്നുമാണ്
ഇസ്മായിൽ ബഗൈ പ്രതികരിച്ചിരിക്കുന്നത്. അതുപോലെ ഇറാന്റെ പാർലമെന്റ് സ്പീക്കറായിട്ടുള്ള മുഹമ്മദ് ബാഖർ കാലിബാഫ് അദ്ദേഹവും പറയുന്നത് ഇപ്പോൾ US-ഓ ഇസ്രായേലോ ഈ ഇറാന്റെ ഈ സമാധാന കരാർ തള്ളിക്കളഞ്ഞതിന് പിന്നാലെ എന്തെങ്കിലും തരത്തിലുള്ള പ്രകോപനത്തിന് മുതിരുകയാണെങ്കിൽ തക്കതായിട്ടുള്ള തിരിച്ചടി നൽകാൻ ഇറാൻ സജ്ജമാണ് എന്നൊരു മുന്നറിയിപ്പ് കൂടി അദ്ദേഹം പുറപ്പെടുവിക്കുന്നുണ്ട്. എന്തായാലും കാര്യങ്ങൾ ഒട്ടും ശുഭകരമല്ല. ട്രംപിന്റെ ചൈന സന്ദർശനത്തിന് ശേഷം എന്തെങ്കിലും പരിഹാരം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ലോകം. ശരി, US ഇറാൻ സമാധാന ചർച്ചകളൊക്കെ പാളിപ്പോകുന്ന സാഹചര്യമാണുള്ളത്. ഒരു ശുഭപര്യവസാനത്തിന് 1% മാത്രമേ സാധ്യത കാണുന്നുള്ളൂ. അതേസമയം ട്രംപിന്റെ ചൈനീസ് സന്ദർശനം, അതിൽ ചൈനയ്ക്ക് ഇറാന് മേലുള്ള സ്വാധീനം ഉപയോഗിക്കാനുള്ള അഭ്യർത്ഥന ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമോ എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത്. അജയ് സുധാ ബിജുവാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ഒരിടവേളയാണ്, ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയത്. തമിഴ് സിനിമാ ലോകത്തെ ഏറ്റവും വലിയ സൂപ്പർ താരങ്ങളിൽ ഒരാളായ ജോസഫ് വിജയ് ക്യാമറയുടെയും ആർപ്പ് വിളിക്കുന്ന ആരാധകരുടെയും ലോകത്തു നിന്നും തമിഴ്നാടിന്റെ ഭരണസ്ഥിരാ കേന്ദ്രമായ സെന്റ് ജോർജ് ഫോർട്ടിലേക്ക് നടന്നു കയറുമ്പോൾ അത് ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ സമാനതകളില്ലാത്ത ഒരു അധ്യായമാവുകയാണ്. ഒരു ഗ്രാമപഞ്ചായത്ത് വാർഡിൽ പോലും മത്സരിച്ച് ജയിക്കുകയോ ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ട് ഭരണപരിചയം നേടുകയോ ചെയ്യാത്ത ഒരാൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിലൊന്നായും സങ്കീർണമായ സാമൂഹിക പശ്ചാത്തലവുമുള്ള തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി കസേരയിലേക്ക് നേരിട്ട് വന്നിരിക്കുന്നത് വലിയൊരു രാഷ്ട്രീയ ചൂതാട്ടമാണ്. വെള്ളിത്തിരയിലെ വീരനായകനെ യാഥാർത്ഥ്യത്തിലെ രക്ഷകനായി കണ്ട് വോട്ട് ചെയ്ത തമിഴ്നാട് ജനത വലിയൊരു പരീക്ഷണത്തിനാണ് മുതിർന്നിരിക്കുന്നത്. എന്നാൽ സിനിമയിലെ സംവിധായകന്റെ ആക്ഷനും കട്ടിനും മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയ്ക്കുമപ്പുറം ഓരോ നിമിഷവും പ്രവചനാതീതമായ പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ ലോകത്ത് ഒരു ഭരണാധികാരി എന്ന നിലയിൽ വിജയ് എങ്ങനെ പിടിച്ചു നിൽക്കും എന്നത് വലിയൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ്. ഭരണപരിചയമില്ലായ്മയും ഭൂരിപക്ഷമില്ലാത്ത സഭയും അതിശക്തമായ പ്രതിപക്ഷവും തീർക്കുന്ന വെല്ലുവിളികളുടെ ഒരു വലിയ കടമ്പയാണ് മുഖ്യമന്ത്രിയായ ആ നിമിഷം മുതൽ വിജയെ കാത്തിരിക്കുന്നത്. സിനിമയും രാഷ്ട്രീയവും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം അവിടെ റീടേക്കുകൾ ഇല്ല എന്നത് തന്നെയാണ്. സിനിമയിൽ ഒരു രംഗം ശരിയായില്ലെങ്കിൽ അത് വീണ്ടും ചിത്രീകരിക്കാം. പ്രതിസന്ധികളെ നായകന്റെ ഒറ്റ ഡയലോഗിലോ സംഘടനത്തിലോ പരിഹരിക്കാം. എന്നാൽ യാഥാർത്ഥ്യത്തിൽ ഒരു സംസ്ഥാനത്തെ നയിക്കുക എന്നത് തികച്ചും വിരസവും എന്നാൽ അതീവ സങ്കീർണവുമായ ഒരു പ്രക്രിയയാണ്. കോൺഗ്രസ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിന് മുന്നോടിയായി സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളുമായി ഹൈക്കമാൻഡ് നേതൃത്വം ഇന്ന് കൂടിക്കാഴ്ച നടത്തും. മുൻ KPCC അധ്യക്ഷന്മാരും വർക്കിംഗ് പ്രസിഡന്റുമാരും ഡൽഹിയിലെത്തി. കൂടിയാലോചനകൾക്ക് ശേഷം തർക്കങ്ങൾ ഒഴിവാക്കി മുഖ്യമന്ത്രിയെ കോൺഗ്രസ് അധ്യക്ഷൻ തന്നെ 2 ദിവസത്തിനുള്ളിൽ പ്രഖ്യാപിച്ചേക്കുമെന്നാണ് സൂചന. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഡാൻ, ഇപ്പോഴിതാ മുതിർന്ന നേതാക്കളുമായി ചർച്ചകൾ നടത്താനൊരുങ്ങുകയാണ് ഹൈക്കമാൻഡ്. എന്തിനു വേണ്ടിയാണ് ഈ ചർച്ചകൾ നടത്തുന്നത് എന്നതിനെ പറ്റി കൃത്യമായ സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല. ഒരുപക്ഷെ ഹൈക്കമാൻഡ് തീരുമാനം അത് മുതിർന്ന നേതാക്കളെ അറിയിക്കുന്നതിന് വേണ്ടിയാകാം, അല്ലെങ്കിൽ അവരുടെ കൂടെ അഭിപ്രായം തേടുന്നതിന് വേണ്ടിയാകാം. എന്തായാലും 2 ദിവസത്തിനുള്ളിൽ തന്നെ കൃത്യമായൊരു തീരുമാനം ഹൈക്കമാൻഡ് ഭാഗത്ത് നിന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം, അല്ലേ? രാവിലെ തന്നെ AICC ആസ്ഥാനത്ത് വെച്ച് കേരളത്തിൽ നിന്ന് വിളിപ്പിച്ച മുതിർന്ന നേതാക്കളുടെ യോഗം ഹൈക്കമാൻഡ് പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ ചേരും എന്നാണ് മനസ്സിലാക്കുന്നത്. VM സുധീരൻ രാവിലെ 11 മണിക്ക് മാത്രമേ തിരുവനന്തപുരം ഡൊമസ്റ്റിക് എയർപോർട്ടിൽ നിന്ന് ഡൽഹിയിലേക്ക് തിരിക്കുകയുള്ളൂ. മറ്റ് നേതാക്കളെല്ലാം 10 മണിയോടെ തന്നെ അവിടെ എത്തിച്ചേരും. അങ്ങനെയെങ്കിൽ ഈ മുതിർന്ന നേതാക്കളെ, ഇതിനോടകം അവിടെ എത്തിയിരിക്കുന്ന നേതാക്കളുടെ അഭിപ്രായം ആരാഞ്ഞ ശേഷം എല്ലാവരെയും ഒരുമിച്ചിരുത്തിയ ഒരു ചർച്ചയിലേക്ക് കടക്കാനുള്ള നീക്കമായിരിക്കും നടത്തുക. ഏറെക്കുറെ ഈ തർക്കങ്ങൾ പരിഹരിച്ചുകൊണ്ട് ഹൈക്കമാൻഡ് ഒരു ധാരണയിലേക്ക് ഇതിനോടകം എത്തിക്കഴിഞ്ഞു എന്നുള്ള സൂചനകളാണ് ഡൽഹിയിൽ നിന്ന് ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ പേര് പരസ്യമാക്കുന്നതിന് മുമ്പ് മുതിർന്ന നേതാക്കളുടെ പിന്തുണ ഉറപ്പാക്കാനുള്ള ഒരു ശ്രമമാണ് അവസാന ഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ട് വിവിധയിടങ്ങളിൽ ചേരി തിരിഞ്ഞുണ്ടായ പ്രതിഷേധങ്ങൾ നമ്മൾ നേരിൽ കണ്ടതാണ്. അങ്ങനെ വീണ്ടും മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ മറുവിഭാഗങ്ങൾ സമാനമായ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് സമവായ നീക്കങ്ങളുടെ ഭാഗമായി എല്ലാ ഗ്രൂപ്പുകളിലെയും പെട്ട എല്ലാ
മുതിർന്ന നേതാക്കളെയും ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ നേതാക്കളുടെ മുഴുവൻ പിന്തുണയോടെ എല്ലാവരുടെയും അഭിപ്രായം ആരാഞ്ഞ ശേഷം കൃത്യം ജനാധിപത്യപരമായ രീതിയിൽ മുഴുവൻ ഘടകകക്ഷികളുടെയും പിന്തുണ ഉറപ്പാക്കിക്കൊണ്ട് എല്ലാവർക്കും പൊതു സ്വീകാര്യനായ ഒരു മുഖത്തെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിക്കാനുള്ള നീക്കമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ലേറ്റായാലും ആ തീരുമാനത്തിൽ ഒരു അനൌചിത്യവും ഉണ്ടാകുകയില്ല എന്ന ഉറപ്പ് ഹൈക്കമാൻഡ് പ്രതിനിധികൾ പങ്കുവെക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആകാംക്ഷയേറുന്ന കാര്യം KC വേണുഗോപാൽ ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് എത്താനുള്ള സാധ്യത മങ്ങുന്നു എന്ന സൂചനകളിലേക്ക് പോകേണ്ടി വരും ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ കണ്ടാൽ. കാരണം വേണുഗോപാൽ എത്തിയാൽ ഉണ്ടാകാനിടയുള്ള പ്രതിഷേധങ്ങളെക്കുറിച്ച് ഹൈക്കമാൻഡ് കൃത്യമായ ബോധ്യത്തിലാണ് നിലവിൽ. ഹൈക്കമാൻഡിന്റെ നിരീക്ഷകരും സമാനമായ തരത്തിലുള്ള അഭിപ്രായങ്ങൾ നേതൃത്വത്തോട് പങ്കുവച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ KC വേണുഗോപാലിനെ കേരളത്തിലേക്ക് ഈ എതിർപ്പുകളെ മറികടന്നുകൊണ്ട് മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചാൽ ഉണ്ടാകാനിടയുള്ള പ്രതിഷേധ സാധ്യതകൾ കണക്കിലെടുത്തുകൊണ്ടാണ് എല്ലാവരുടെയും പിന്തുണ ഉറപ്പാക്കാനുള്ള ഒരു നീക്കം ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അങ്ങനെയെങ്കിൽ KC വേണുഗോപാൽ ദേശീയ നേതൃനിരയിൽ നിർണായകമായ മറ്റൊരു പദവിയിലേക്ക് മാറുമോ, അതോ ഈ പ്രതിഷേധങ്ങൾ വകവയ്ക്കാതെ അദ്ദേഹത്തെ സംസ്ഥാന മുഖ്യമന്ത്രിയായി നിലവിലെ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് MLA-മാരുടെ കൂടുതൽ പേരുടെ പിന്തുണ അദ്ദേഹത്തിനാണ് എന്ന നിലപാട് അത് കൃത്യമായി ആവർത്തിച്ചുകൊണ്ട് അത്തരം തീരുമാനത്തിലേക്ക് തന്നെയായിരിക്കുമോ ഹൈക്കമാൻഡ് കടക്കുക എന്നതാണ് ഇനി അറിയാനുള്ളത്. എന്തായാലും സോണിയാഗാന്ധി വിഷയത്തിലെടുക്കുന്ന നിലപാട് തന്നെയായിരിക്കും നിർണായകമായി മാറുക. മല്ലികാർജ്ജുന ഖാർഗെക്ക് തനിച്ച് പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അവിടെയാണ് മല്ലികാർജ്ജുന ഖാർഗെയുടെ പക്കൽ ഉണ്ടായിരുന്ന ആ നിർണായകമായ ചർച്ചകൾ അതിപ്പോൾ സോണിയാഗാന്ധിക്ക് അരികിലേക്ക് എത്തുന്നത്. സോണിയ എടുക്കുന്ന നിലപാടായിരിക്കും കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആര് എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകുക. ശരി, ഡാൻ കുര്യനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രി ആരെന്നതിൽ തീരുമാനം നാളെ ഉണ്ടാകുമെന്ന് കെ മുരളീധരൻ. ഘടകകക്ഷികളെ ഫോണിൽ വിളിച്ച് സംസാരിക്കും. എല്ലാ കാര്യങ്ങളും സംസാരിക്കാനാണ് ഡൽഹിക്ക് പോകുന്നതെന്നും മുരളീധരൻ. ഡൽഹിയിലേക്ക് വിളിപ്പിച്ചത് ചർച്ചയ്ക്കാണോ കൂടിക്കാഴ്ചയ്ക്കാണോ എന്നറിയില്ലെന്ന് കോൺഗ്രസ് നേതാവ് MM ഹസൻ. ദീപാദാസ് മുൻഷിയാണ് വിളിച്ചതെന്നും ഹസൻ പറഞ്ഞു. അതൊന്നും എനിക്കറിയില്ല. ഡൽഹിയിൽ എത്തണമെന്ന് ദീപാദാസ് മുൻഷി അറിയിച്ചു. ഐ എം ഗോയിങ് ടു ഡൽഹി. ഒന്നും പറയാൻ എന്നെ കൊണ്ട് പറ്റില്ലല്ലോ. Our secretary informed me that Delhi. I am going to Delhi. മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നതിൽ വിമർശനവുമായി സമസ്ത മുഖപത്രം. ജനവിധിയെ അപഹസിക്കരുതെന്നാണ് വിമർശനം. മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള വടംവലി ജനങ്ങളോടുള്ള മര്യാദയില്ലായ്മ. നേതൃത്വത്തെ സമ്മർദ്ദത്തിലാക്കുന്നത് ആശ്വാസ്യമല്ലെന്നും വിമർശനമുണ്ട്. MS അനീഷ് കുമാർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അനീഷ്, ഇപ്പോഴത്തെ ഡൽഹിയിൽ പ്രധാനപ്പെട്ട ചർച്ചകൾ നടക്കുകയാണ്. 2 ദിവസത്തിനുള്ളിൽ തന്നെ മുഖ്യമന്ത്രി ആരെന്നതിൽ ഒരു തീരുമാനമുണ്ടാകുമെന്നുള്ള വിവരങ്ങളൊക്കെയാണ് പുറത്തു വരുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് സമസ്തയുടെ ഭാഗത്തു നിന്നും ഇത്തരമൊരു വിമർശനം കൂടി പുറത്തു വരുന്നത്. തീർച്ചയായും വലിയ വിജയമാണ് UDF-ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. എന്നാൽ ആ ജനവിധിയെ അപഹസിക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ഈ മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ എന്നാണ് സുപ്രഭാതം ദിനപത്രം കുറ്റപ്പെടുത്തുന്നത്. ജനാധിപത്യത്തിൽ യജമാനങ്ങളോ ജനങ്ങളാണ് എന്ന തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം കേൾക്കുന്ന വാഴ്ത്തുപാട്ടാണോ എന്നാണ് സുപ്രഭാതം ചോദിക്കുന്നത്. അധികാര പദവി എന്ന പരകായ പ്രവേശത്തിലേക്കുള്ള മഴ മാത്രമാണ് പലർക്കും. ജനങ്ങൾ ഈ പദവിയിലേക്ക് പ്രതീക്ഷിക്കപ്പെട്ടാൽ പിന്നീട് ജനങ്ങൾ തങ്ങളുടെ അടിമകളാണെന്ന മനോഭാവം ചിന്തയിലും പ്രവൃത്തിയിലും പടരുന്നു. അവസരം കിട്ടുമ്പോൾ ഒളിഞ്ഞും തെളിഞ്ഞും പൊതുജനം കഴുതയെന്ന് പറയാൻ രാഷ്ട്രീയ നേതാക്കളിലെ ബഹുഭൂരിപക്ഷവും മടി കാണിക്കാറില്ല. ജയിപ്പിക്കുന്ന ജനങ്ങളോട് ഒട്ടും പ്രതിബദ്ധമില്ലാത്ത സമീപനം പിന്തുടരുന്ന രാഷ്ട്രീയ പാർട്ടികളുണ്ട്. അതിൽ കോൺഗ്രസും ഒട്ടും പിന്നിലല്ല എന്ന് ബോധ്യമാവുന്ന കാഴ്ചകളാണ് കഴിഞ്ഞ ദിവസം നടക്കുന്നതെന്നും പറയുന്നു. ഒപ്പം ഈ വികസന പരിപാടികൾക്കും മറ്റു കാര്യങ്ങൾക്കും അപ്പുറം ഈ ഭരണത്തിലിരിക്കുന്ന ആളുകളുടെ എതിർപ്പ് കൊണ്ടാണ് UDF ഒരു ഭരണത്തിലേക്ക് കയറിയത്. ആ ജനവിധിയുടെ വിശാലമായ അർത്ഥവും ബാധ്യതയും ഉൾക്കൊള്ളാതെ നിഴലാട്ടങ്ങളിൽ അഭിപ്രേമിക്കുകയാണ് കോൺഗ്രസ് ഇപ്പോഴും എന്ന് പറയുന്നത്. ഒപ്പം ഒരു മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് ലാഘവത്തോടെ ആയിരിക്കണമെന്ന് പറയുന്നില്ല. പക്ഷേ അത് അടച്ചിട്ട മുറികളിലെ ചർച്ചകളോ അല്ലെങ്കിൽ വ്യക്തി കേന്ദ്രീകൃത തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കണോ ആവണമെന്നില്ല. അത് അങ്ങനെ അടിച്ചേൽപ്പിക്കുന്ന ജനാധിപത്യത്തിന്റെ അന്തസ്സത്തയ്ക്ക് എതിരാണെന്ന ബോധ്യവുമുണ്ട്. പക്ഷേ ജനാധിപത്യ മാർഗത്തിലൂടെ കൂടിയാലോചനകൾ നടത്തിയാണ് ഇത് വേണ്ടത്. എന്നാൽ ജനങ്ങൾ തെരഞ്ഞെടുത്ത 102 MLA-മാർക്കോ അവരെ നയിക്കുന്ന മുന്നണിക്ക് ഒരു നേതാവിനെ തെരഞ്ഞെടുക്കാൻ ഇത്ര കൂലങ്കഷമായ ചർച്ചകൾക്ക് ഒടുവിൽ പോലും കഴിയാതെ വരുന്നു എന്നത് അമ്പരപ്പിക്കുന്ന കൊള്ളരുതായിക എന്ന് തന്നെ വേണം വിശേഷിപ്പിക്കാൻ എന്നൊക്കെയാണ് ആ സുപ്രഭാതം പറയുന്നത്. നമുക്കറിയാം, നേരത്തെ മുസ്ലിം ലീഗിലെ നേതാക്കന്മാർ അടക്കം ഇത്തരം ഒരു ഈ കാലതാമസത്തിനെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട്
LDF-നെ കൈവിട്ട് UDF-നെ പിന്തുണച്ചത് കൃത്യമായ കാര്യങ്ങളുമുണ്ട്. അത് ഈ UDF-നോടുള്ള ആശങ്കകൾ കൊണ്ട് മാത്രമല്ല എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ ഉന്നയിച്ചാണ് ഈ സുപ്രഭാതം പൂർണ്ണമായും കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ വലിയ ഒരു പൊട്ടിത്തെറിയിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുന്ന സാഹചര്യമുണ്ടായി. ഇനി ഒരുപക്ഷെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ച ശേഷവും കോൺഗ്രസിൽ വലിയ ഗ്രൂപ്പ് യുദ്ധങ്ങൾ ചേരി തിരിഞ്ഞുള്ള പോരാട്ടങ്ങൾ എന്നിവ തുടരാൻ സാഹചര്യമുണ്ട്. അത്തരം ഒരു സാഹചര്യത്തിൽ കൂടി വേണം ഈ സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിന്റെ ഇന്നത്തെ എഡിറ്റോറിയലിനെ കാണാൻ. ശരി, MS അനീഷ് കുമാറാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടിയിൽ നിന്ന് കരകയറാനുള്ള വഴികൾ കണ്ടെത്താൻ CPM-ന്റെ 3 ദിവസത്തെ നേതൃയോഗങ്ങൾക്ക് ഇന്ന് തുടക്കം. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്നും അടുത്ത 2 ദിവസങ്ങളിൽ സംസ്ഥാന കമ്മിറ്റിയും ചേരും. തോൽവി സംബന്ധിച്ച പോളിറ്റ് ബ്യൂറോയുടെ വിലയിരുത്തലും യോഗത്തിൽ റിപ്പോർട്ട് ചെയ്യും. പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ആരെന്ന കാര്യത്തിലും തീരുമാനമുണ്ടാകും. പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവാകാനാണ് സാധ്യത. പരസ്യമായിട്ടാണ് CP ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രതിപക്ഷ ഉപനേതാവ് പദവി വേണമെന്നുള്ളത്. അപ്പൊ അതെങ്ങനെയാണ് കാണുന്നത്? തീരുമാനിച്ചിട്ടില്ല. പ്രതിപക്ഷ നേതാവാകുന്നതിൽ തീരുമാനമുണ്ടായില്ല എന്നുള്ള പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതേസമയം തന്നെ പ്രതിപക്ഷ ഉപനേതാവ് പദവി CPIക്ക് നൽകില്ല. ഉപനേതാവ് പദവി നൽകണമെന്ന് CPI പരസ്യമായി ആവശ്യപ്പെട്ടതിൽ CPM-ന് കടുത്ത അതൃപ്തിയുണ്ട്. ഉപനേതാവ് പദവിയിൽ തീരുമാനമായില്ലെന്ന് മുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ വ്യക്തമാക്കി. ആ പ്രതികരണമാണ് നമ്മളിപ്പോൾ കണ്ടത്. VV അരുൺ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ആരാണെന്നുള്ള ചർച്ചകൾ വളരെ തകൃതിയായി CPM-ൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിണറായി വിജയനാകാം പ്രതിപക്ഷ നേതാവ് എന്നുള്ള പരാമർശങ്ങളൊക്കെ വരുന്നുണ്ട്. അദ്ദേഹം തിരുവനന്തപുരത്ത് തന്നെ തങ്ങുന്നത് അത് ഉറപ്പിച്ചു എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് കണക്കാക്കാനും സാധിക്കും. പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവായി വരാനുള്ള സാധ്യത അത് എത്രത്തോളമാണ്? അനുശ്രീ, കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവിനെ ഇന്ന് CPM തീരുമാനിക്കും. സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ അത് സംബന്ധിച്ച ധാരണയാകും. നാളെയും മറ്റന്നാൾ സംസ്ഥാന സമിതിയുണ്ട്. അതിൽ കാര്യമായ എതിർപ്പ് ഉയർന്നില്ലെങ്കിൽ സെക്രട്ടറി തീരുമാനം തന്നെ നടപ്പാക്കും. ഇപ്പോഴത്തെ സൂചന അനുസരിച്ച് പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവാകും. അതിനപ്പുറത്തേക്ക് തീരുമാനത്തിലേക്ക് പോകാനിടയില്ല. പിണറായി വിജയൻ എതിർപ്പ് പറഞ്ഞാൽ മാത്രമേ മറ്റൊരു പേരെന്ന് പറയുമ്പോൾ സ്വാഭാവികം അധികം പേരുകൾ CPM മുൻപാകെ ഇല്ല. കേന്ദ്ര കമ്മിറ്റി അംഗം KN ബാലഗോപാലിനാണ് സാധ്യതയുള്ളത്. പിണറായി വിജയനെതിരെ ഒന്നുകിൽ ശക്തമായ വികാരം സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയിലും ഉയർന്നു വരണം, അല്ലെങ്കിൽ അദ്ദേഹം തന്നെ താൻ ഈ പദവിയിലേക്കില്ല എന്ന നിലപാട് വ്യക്തമാക്കണം. ഈ രണ്ടും ഉണ്ടാകാനുള്ള സാധ്യത വിരളമാണ്. പിണറായി തന്നെ പ്രതിപക്ഷ നേതാവാകും. ഘടകകക്ഷികളുടെ പാർട്ടി ചർച്ചകളിൽ പലരും പിണറായി വരരുത്, പുതിയ ആൾ നേതൃത്വത്തിലേക്ക് എത്തണമെന്ന് CPIയുടെ ചർച്ചയിലും അതുപോലെ തന്നെ പിണറായിക്കെതിരായ ജനവിധി കൂടിയാണ്, പിണറായിക്കെതിരായ നെഗറ്റീവ് വോട്ട് കൂടിയാണ് ഇത്ര വലിയ തോൽവിയിലേക്ക് CPM-നെ കൊണ്ടുപോയതെന്ന് കേരള കോൺഗ്രസ് എമ്മിന്റെ അടക്കം ആഭ്യന്തര ചർച്ചകളിലും ഉയർന്നു വന്നു. പക്ഷേ ഈ പാർട്ടികളൊന്നും പിണറായിയെ പരസ്യമായി തള്ളിപ്പറ നിലപാടെടുക്കില്ല. എടുക്കാൻ അവർക്ക് അതിനുള്ള അധികാരമില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. CPM-ആണ് അവരുടെ കക്ഷി നേതാവിനെ തീരുമാനിക്കേണ്ടത്. സ്വാഭാവിക പ്രതിപക്ഷ നേതാവിനെയും അവർ തന്നെ തീരുമാനിക്കും. ഇന്നത്തെ സെക്രട്ടറി യോഗത്തിൽ അത് സംബന്ധിച്ച ധാരണയുണ്ടാകും. നാളെ മറ്റന്നാൾ സംസ്ഥാന സമിതി, അതിനുശേഷം പ്രഖ്യാപനവും ഉണ്ടാകും. ഏതായാലും പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവാകുമെന്ന് തന്നെ ഉറപ്പിക്കാം. അദ്ദേഹം തിരുവനന്തപുരത്ത് തന്നെ താമസം, ഇന്നലെ അദ്ദേഹം ഒരു വാടക വീട്ടിലേക്ക് മാറിയിരുന്നു. കന്റോൺമെന്റ് ഹൌസാണ് പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതി. ഇനി പിണറായി പ്രതിപക്ഷ നേതാവായാലും അദ്ദേഹം ഇന്നലെ താമസം തുടങ്ങിയ വാടക വീട്ടിൽ തന്നെ താമസം തുടരും. കന്റോൺമെന്റ് ഹൌസ് പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക ഓഫീസായി പ്രവർത്തിക്കും. ആ തരത്തിലാണ് ഇപ്പോൾ ധാരണയും തീരുമാനവും ഉള്ളത്. അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. ഏതായാലും പിണറായിയെ പ്രതിപക്ഷ നേതാവുകളുടെ പ്രഖ്യാപനം അധികം വൈകാതെ ഉണ്ടാകും. മറ്റൊരു കാര്യമുള്ളത് പ്രതിപക്ഷ ഉപനേതാവാണ്. ഉപനേതാവ് പദവി ആവശ്യപ്പെട്ട CPI രംഗത്തുണ്ട്. അവരുടെ സംസ്ഥാന നേതൃയോഗങ്ങളിൽ അതിശക്തമായ ആവശ്യമായി അത് ഉയർന്നു വന്നതാണ്. പിന്നീട് CPIയുടെ പല നേതാക്കളും മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴും ഉപനേതാവ് പദവി തങ്ങൾക്ക് നൽകണം. 8 MLA-മാരാണ് CPIക്ക് ഉള്ളത്. ഇത്തവണ തങ്ങൾക്ക് ഉപനേതാവ് പദവി വേണമെന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ CPM-ന് ഇതിൽ കടുത്ത അതൃപ്തിയുണ്ട്. ഒരു കാലത്തും ഈ ഉപനേതാവ് പദവി CPIക്ക് നൽകിയില്ല. മാത്രമല്ല, ഉപനേതാവ് പദവി എന്നത് തികച്ചും സാങ്കേതികമായ ഒന്ന് മാത്രമാണ്. നിയമസഭയിലെ ചട്ടങ്ങളനുസരിച്ച് അല്ലെങ്കിൽ സംവിധാനങ്ങൾ അനുസരിച്ചോ ഉപനേതാവ് എന്നൊരു പദവി ഇല്ല. പ്രതിപക്ഷ നേതാവ് മാത്രമാണ് പ്രതിപക്ഷം നൽകിയിട്ടുള്ള പദവി. 1996-ൽ G കാർത്തികേയൻ പ്രതിപക്ഷ ഉപനേതാവ്, പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട നേതാവ് അന്ന് K കരുണാകരൻ 96-ൽ G കാർത്തികേയനെ അന്നത്തെ സ്പീക്കറായ MG കുമാറാണ് ഉപനേതാവായി വിശേഷിപ്പിച്ചത്. പിന്നീട് അത് കോൺഗ്രസിലെ ഗ്രൂപ്പ് തർക്കങ്ങളുടെ ഭാഗമായി അത്തരം ഒരു പദവി ആ ഗ്രൂപ്പിന് നൽകുകയും ചെയ്തു. അങ്ങനെയാണ് അതൊരു ഉപനേതാവ് പദവിയിലേക്ക് മാറിയത്. 2011-ൽ VS മുഖ്യമന്ത്രിയാകുമ്പോൾ
പ്രതിപക്ഷ നേതാവാകുമ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ ഉപനേതാവ് എന്ന പദവിയിൽ തുടർന്നു. അതിനുശേഷം ലീഗിന്റെ നേതാക്കന്മാർ ഉപനേതാവ് പദവിയിൽ തുടർന്നു. പക്ഷേ ഉപനേതാവ് എന്നതൊരു സാങ്കേതികമായി മാത്രമുള്ള പദവിയാണ്. അതുകൊണ്ട് തന്നെ അത് വിട്ടു നൽകാൻ CPM തയ്യാറാകില്ല. ഉപനേതാവ് പദവി നൽകിയാൽ തന്നെ അത് CPMന്റെ നേതാക്കൾക്കായിരിക്കും. ഇപ്പോഴത്തെ സൂചനകളനുസരിച്ച് KN ബാലഗോപാൽ, പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായാൽ ഉപനേതാവായി KN ബാലഗോപാൽ വരും. CPIക്ക് പദവി നൽകേണ്ടെന്ന് CPMൽ തത്വത്തിൽ ധാരണയായിട്ടുണ്ട്. പക്ഷേ CPI ആവശ്യം ശക്തമായി തന്നെ ഉന്നയിക്കാനാണ് നിൽക്കുന്നത്. തർക്കത്തിലേക്ക് പോകാൻ ഇടയുണ്ട്. എന്തെങ്കിലും വിട്ടുവീഴ്ച വേണ്ട നിലപാടിലാണ് CPM ഇപ്പോഴുള്ളത്. അരുൺ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാർട്ടിക്കുള്ളിൽ തന്നെ പ്രത്യക്ഷമായി അല്ലെങ്കിലും പരോക്ഷമായി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകുന്നതിൽ എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ കേരള കോൺഗ്രസ് എം ആണെങ്കിലും CPI ആണെങ്കിലും ഒക്കെ പിണറായി വിജയനെതിരെ സംസാരിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ അവിടെ KN ബാലഗോപാലിനുള്ള സാധ്യത കൂടി നമുക്ക് തള്ളിക്കളയാനാവില്ലല്ലോ. പിണറായി വിജയനെതിരെ ശക്തമായ എതിർപ്പ് ഉയർന്നു വന്നാൽ അത്തരം ചില നേതാക്കൾക്കെങ്കിലും പിണറായി വഴിമാറണമെന്ന ആഗ്രഹമുള്ളുണ്ട്. പക്ഷേ അവർ എത്രത്തോളം ശക്തമായി ആ നിലപാട് പിണറായിയുടെ സാന്നിധ്യത്തിൽ സെക്രട്ടേറിയറ്റ് യോഗത്തിലും സംസ്ഥാന സമിതിയിലുമൊക്കെ പറയാൻ ധൈര്യം കാണിക്കും എന്നതാണ് ഏറ്റവും സംശയകരമായ കാര്യം. പിണറായി വിജയൻ മാറണമെന്ന അഭിപ്രായമുള്ളവർ CPMനുമുണ്ട്. CPIയുടെ നേതൃത്വങ്ങളിലെ ചർച്ചകളിൽ, കേരള കോൺഗ്രസ് എമ്മിന്റെ ചർച്ചകളിലൊക്കെ അത് ഉയർന്നു വന്നു. CPMന് അത്തരത്തിലൊരു ചർച്ചയിലേക്ക് ആരെങ്കിലും തയ്യാറാകുമോ എന്ന് കൂടി കണ്ടറിയണം. അതിനുള്ള സാധ്യത വിരളമാണ്. കഴിഞ്ഞ കുറേ നാളുകളായി പിണറായി വിജയനെ ആ ഒരു അത്തരത്തിലുള്ള വിമർശനങ്ങൾക്കൊന്നും CPMൽ ആരും തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരമൊരു വിമർശനമോ അല്ലെങ്കിൽ പിണറായി മാറി നിൽക്കണമെന്ന ശക്തമായി പറയാനുള്ള ധൈര്യമോ ഏതെങ്കിലും നേതാക്കൾ കാണിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അങ്ങനെ വന്നാൽ മാത്രം, വിയോജിപ്പ് വന്നാൽ അദ്ദേഹം സ്വാഭാവികമായും പിണറായി മാറി നിൽക്കും. അത്തരം തർക്കത്തിന്റെ ഭാഗമായി അദ്ദേഹം ഈ സ്ഥാനത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ അങ്ങനെ തർക്കം ഉണ്ടാകാനിടയില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പിണറായി തന്നെ മുന്നിനെ നയിക്കണമെന്ന അഭിപ്രായത്തിലാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ളവർ. ഇന്നലെ പോളിറ്റ് ബ്യൂറോ യോഗത്തിന് ശേഷം എടുത്ത തീരുമാനം, അതിലെ ചർച്ചയുടെ ഒരു പൊതു സ്വഭാവവും പിണറായി വിജയൻ മാത്രമല്ല തോൽവിയുടെ ഉത്തരവാദി, അത് പാർട്ടിയുടെ കൂട്ടായ നേതൃത്വമാണ് അതിന് ഉത്തരവാദി. അതുകൊണ്ട് തന്നെ പിണറായി മാറി നിൽക്കണമെന്ന ആവശ്യം ഏതെങ്കിലും തലത്തിൽ നേതാക്കൾ ഉയർത്താൻ ഇടയില്ല. അങ്ങനെ ഏതെങ്കിലും അഭിപ്രായം ഉയർന്നു വരികയും അതൊരു വിവാദമായി മാറുകയും ചെയ്താൽ പക്ഷേ പിണറായി മാറി നിന്നേക്കാം. അങ്ങനെ വന്നാൽ മാത്രമേ KN ബാലഗോപാലിന്റെ പേരിലേക്ക് CPM പോകാൻ ഇടയുള്ളൂ. ഇപ്പോഴത്തെ സാഹചര്യമനുസരിച്ച്, സാധ്യതകളനുസരിച്ച് പിണറായി എന്ന ഒറ്റപ്പേരിൽ തന്നെ ഒതുങ്ങാനാണ് സാധ്യത. കുറച്ചു കാലത്തേക്കും ഒരു 5 വർഷ ടൈമിലേക്ക് പിണറായി പൂർണ്ണമായും ഈ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് ഉണ്ടാകുമെന്ന് ആരും കരുതുന്നില്ല. പക്ഷേ ചുരുങ്ങിയൊരു ടൈമിലേക്കെങ്കിലും അദ്ദേഹം പ്രതിപക്ഷ നേതാവ് വരികയും അതിനുശേഷം KN ബാലഗോപാലിനെ പോലെ ആരെങ്കിലും ആ പദവിയിലേക്ക് എത്താനാണ് സാധ്യത. ശരി, VV അരുണാണ് കൂടുതൽ. ലൈംഗികാതിക്രമ കേസിൽ പ്രതിയായ കൊച്ചി എളമക്കര പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് SI മുജീബ് റഹ്മാന് വേണ്ടി പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകിയേക്കും. മുജീബ് റഹ്മാനെതിരെ വകുപ്പുതല നടപടിയുണ്ടാകും. മുജീബ് റഹ്മാനെ എളമക്കര പോലീസ് ഇന്നലെ രാവിലെയാണ് അറസ്റ്റ് ചെയ്തത്. ലൈംഗികാതിക്രമ കേസിൽ യുവതിയുടെ പരാതിയിലും പത്തനംതിട്ട സ്വദേശിയായ ഡോക്ടർ നൽകിയ പരാതിയിലുമാണ് കേസെടുത്തിരിക്കുന്നത്. ലഹരി കേസിൽ പെടുത്താതിരിക്കാൻ 1.5 ലക്ഷം ആവശ്യപ്പെട്ടുവെന്നാണ് പരാതി. അവയവദാനത്തിന് വ്യാജരേഖ ചമയ്ക്കുന്ന കേസിലെ മുഖ്യപ്രതി തമിഴ്നാട്ടിലും അവയവ കച്ചവടവും മറ്റു തട്ടിപ്പുകളും നടത്തിയെന്ന് സൂചന. ഇതേ തുടർന്ന് അന്വേഷണം തമിഴ്നാട്ടിലേക്കും വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കേരള പോലീസ്. പ്രതി നജീബിൽ നിന്നാണ് പോലീസിന് ഇതേക്കുറിച്ചുള്ള വിവരം ലഭിച്ചത്. ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. നജീബിൽ നിന്നും കൂടുതൽ ഏജന്റുമാരുടെ വിവരങ്ങൾ ലഭ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. കേസന്വേഷണത്തിന് പ്രത്യേക സംഘം രൂപീകരിക്കും. നജീബ് കലക്ടർ കൊലക്കേസിലും പ്രതിയായിരുന്നതായി പോലീസ് കണ്ടെത്തി. താരസംഘടനയായ അമ്മയിൽ വീണ്ടും തൊഴിൽ പീഡന പരാതി. 8 മാസം ജോലിയുണ്ടായിരുന്ന യുവാവാണ് പരാതി നൽകിയത്. ഉണ്ണി ശിവപാൽ, കുക്കു പരമേശ്വരൻ എന്നിവർക്കെതിരെയാണ് പരാതി. ശമ്പളം അടക്കം തടഞ്ഞുവെച്ചുവെന്നാണ് ആരോപണം. ഇതേ തസ്തികയിൽ ജോലി ചെയ്തിരുന്ന മറ്റൊരു ജീവനക്കാരിയും തൊഴിൽ പീഡന പരാതി നൽകിയിരുന്നു. പരാതികൾ ചർച്ച ചെയ്യാൻ അമ്മ എക്സിക്യൂട്ടീവ് യോഗം ഇന്ന് ചേരും. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഡാനി, മുൻപ് നൽകിയിരുന്ന പരാതിക്ക് സമാനമായൊരു പരാതി ഇപ്പോഴിതാ വീണ്ടും ഉണ്ടായിരിക്കുന്നു. അതും കുക്കു പരമേശ്വരനെതിരെയും ഉണ്ണി ശിവപാലിനെതിരെയും തന്നെയാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഇപ്പോൾ കാര്യങ്ങൾ കൂടുതൽ രൂക്ഷമാവുകയാണ്. ഇന്ന് നടക്കുന്ന അമ്മയുടെ മീറ്റിംഗിൽ ഇതിലെന്തെങ്കിലും നടപടി ഉണ്ടാകാമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ? ഏതായാലും ഇന്ന് യോഗം ചേരുന്നുണ്ട്. അത് നേരത്തെ നിശ്ചയിച്ച യോഗമാണെന്നാണ് പറയുന്നത്. ഈ 2 പരാതികൾ ഇപ്പോൾ, ഒരു പരാതി ഇപ്പോൾ പോലീസിൽ എത്തിയിരിക്കുന്നു, രണ്ടാമത്തെ പരാതിയുമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ അവരുടെ ജീവനക്കാർക്ക് ശമ്പളം നൽകിയിട്ടില്ല എന്നതാണ് ഇപ്പോൾ രണ്ടാമത്തെ പരാതിക്ക് ആധാരമായിട്ട് വന്നിരിക്കുന്നത്. സമാനമായ രീതിയിലുള്ളതാണ്
ആദ്യ പരാതി പുറത്തു വന്ന പരാതിയിലും പറയുന്നത്. കാരണം ഇവർക്ക് കൃത്യമായ രീതിയിൽ ഈ ഓഫീസിൽ പറഞ്ഞിരിക്കുന്ന ജോലികൾക്ക് അപ്പുറത്തായിട്ട് ഇവരെ എല്ലാം തന്നെ നിയമിച്ച ജോലിക്ക് അപ്പുറത്തായിട്ട് മറ്റ് ശുചിമുറികൾ ഉൾപ്പെടെ അത് വൃത്തിയാക്കുന്നത് ഉൾപ്പെടെയുള്ള ജോലികൾക്ക് നിയോഗിക്കുന്നു. മാത്രവുമല്ല അതിനുമപ്പുറം ഈ മാനസിക പീഡനമാണ് അവർ കൂടുതലായിട്ടും തന്നെ ഉന്നയിക്കുന്നത്. കടുത്ത രീതിയിൽ ഇവർക്ക് നേരെയുള്ള ഒരു തൊഴിലിടത്തെ ഒരു അതിക്രമം എന്നെല്ലാം തന്നെ പറയാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. അത്തരം കാര്യങ്ങളാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. അതിൽ ഇവർ പരാതിപ്പെടുമ്പോൾ ഒരു വനിതാ ജീവനക്കാരിയാണ് അവരുടെ ഓഫീസിൽ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ സംബന്ധിച്ച് അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥയായ വനിതാ ജീവനക്കാരിക്ക് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ തന്നെയാണ് ഓഫീസ് ഭാരവാഹിത്വം വഹിക്കുന്ന കൊക്കോ പരമേശ്വരനോടക്കം പരാതി പറയുമ്പോൾ അതിനോട് അഡ്ജസ്റ്റ് ചെയ്ത് പോവുക എന്ന രീതിയിലുള്ള ഉപദേശമാണ് നൽകിയിരിക്കുന്നത്. ആ ഒരു പരാതിക്ക് ഒരു മറുപടി നൽകാൻ അവർ തയ്യാറായിരുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അവർ പറഞ്ഞിരുന്നത്. കടുത്ത ഒരു മാനസിക പീഡനം അവർക്ക് നേരിടേണ്ടി വന്നു എന്നതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന രണ്ടാമത്തെ പരാതിയിലും പറയുന്നത്. അവർക്ക് വേതനം നൽകിയില്ല എന്നതാണ് പറയുന്നത്. അങ്ങനെയാണ് അവർ അവിടെ നിന്ന് പുറത്തേക്ക് ഈ ജീവനക്കാരൻ പുറത്തേക്ക് പോകുന്നത്. അതിന് പകരം വന്ന ജീവനക്കാരിയാണ് അവർക്ക് വീണ്ടും നേരിടേണ്ടി വന്ന അവരുടെ അവസ്ഥകളെക്കുറിച്ച് പറയുന്നത്. അങ്ങനെ താരസംഘടനയുടെ ഒരു ഓഫീസിൽ അവരുടെ ജീവനക്കാരിക്ക് മതിയായ രീതിയിൽ അവർക്ക് ആ തൊഴിലെടുത്ത് മാനസിക പീഡനമുണ്ടാകുന്നു, അവർക്ക് തൊഴിൽ വേതനം ലഭ്യമാകുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഏതായാലും ഇന്ന് അമ്മ എക്സിക്യൂട്ടീവ് യോഗം ചേരുന്നുണ്ട്. ഈ പരാതികൾ അവർക്ക് മുൻപിൽ വരുന്നുണ്ട്. ഇതിൽ അമ്മ പ്രസിഡന്റ് ശ്വേതാമേനോൻ ഇതിനെക്കുറിച്ച് അറിയില്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടുതൽ വിശദീകരണങ്ങൾ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അനുശ്രീ, താരസംഘടനയായ അമ്മയിൽ വീണ്ടും തൊഴിൽ പീഡന പരാതി ഉണ്ടായിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. 8 മാസം ജോലിയിലുണ്ടായിരുന്ന യുവാവാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. ഉണ്ണി ശിവപാലനും കുക്കു പരമേശ്വരനെതിരെയുമാണ് അയാളും പരാതി ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇതിൽ കൂടുതൽ നടപടികൾ അമ്മയുടെ ഭാഗത്തു നിന്നുണ്ടാകുമോ എന്നുള്ളതൊക്കെയാണ് ഇനി അറിയേണ്ടത്. അമ്മ എക്സിക്യൂട്ടീവ് യോഗം ഇന്ന് ചേരുന്നുണ്ട്. ഡാനി പോളാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. മാങ്കുളത്തെ വെള്ളച്ചാട്ടങ്ങളിൽ പ്രസിദ്ധമാണ് 33 വെള്ളച്ചാട്ടം. മധ്യവേനൽ അവധി ആഘോഷങ്ങൾക്കായി മാങ്കുളത്തേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായി മാറുകയാണിവിടം. എത്ര കടുത്ത വേനലിലും 33 വെള്ളച്ചാട്ടം വരൾച്ചയെ അതിജീവിച്ച് ജലസമൃദ്ധമായി നിലനിൽക്കുമെന്നതാണ് ഇവിടുത്തെ സവിശേഷത. മാങ്കുളം വനത്തിലൂടെ ഒഴുകിയെത്തി ഒരേ നിരയിൽ പാറക്കെട്ടുകളിൽ നിന്നും താഴേക്ക് പതിക്കുന്ന വെള്ളച്ചാട്ടങ്ങളുടെ കൂട്ടമാണ് പ്രസിദ്ധമായ 33 വെള്ളച്ചാട്ടമെന്ന് അറിയപ്പെടുന്നത്. കാട്ടുചോലയിൽ നിന്നും ഒഴുകിയെത്തുന്നതിനാൽ നട്ടുച്ച നേരത്തും ഇവിടുത്തെ വെള്ളത്തിന് ശക്തമായ തണുപ്പ് അനുഭവപ്പെടും. ഈ വിദേശികളും സ്വദേശികളടക്കം ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ വന്നു പോകുന്ന ഒരിടമായി 33 വെള്ളച്ചാട്ടം മാറിയിട്ടുണ്ട്. അവിടെ ഒരു പ്രത്യേകത എന്നുള്ളത് വലുവരും ചെറിയവരുമായ കുട്ടികൾ ഉൾപ്പെടെയുള്ള വരുമ്പോൾ സുരക്ഷിത കവചം തീർത്ത് മനോഹരമായ വെള്ളച്ചാട്ടവും കുത്തൊഴുക്കുകളും നീർച്ചാലുകളും കാണുവാനുള്ള വലിയൊരു മനോഹരമായ ഒരു ഇടമായി 33 വെള്ളച്ചാട്ടം മാറിയിട്ടുണ്ട്. മധ്യവേനലവധി ആരംഭിച്ചതോടെ സഞ്ചാരികളും ധാരാളമായി ഇവിടേക്ക് എത്തുന്നുണ്ട്. കാട്ടുമൃഗങ്ങൾ എത്തുന്ന പ്രദേശമാണെങ്കിലും മറ്റ് അപകട ഭീഷണിയില്ലാത്തതിനാൽ കുട്ടികൾ പോലും വെള്ളത്തിൽ ഏറെ സമയം ചെലവഴിക്കും. ആനക്കുളത്ത് കാട്ടാനകളെ കാണാനെത്തുന്ന സഞ്ചാരികൾ 33 വെള്ളച്ചാട്ടവും കണ്ടാണ് മടങ്ങാറുള്ളത്. വനം വകുപ്പും വിനോദസഞ്ചാര വിഭാഗവും ഒക്കെ ഇടപെട്ടാൽ മാങ്കുളത്തെ ഈ 33 വെള്ളച്ചാട്ടം നാടിന് കൂടുതൽ മുതൽക്കൂട്ടാവും. ന്യൂസ് 18 ഇടുക്കി. 9 മണി വാർത്ത പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് ട്രെൻഡ്സിൽ KP അഭിലാഷ് ചേരും. നമസ്കാരം.